إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് മുഖേന ഖത്തർ മതകാര്യ വകുപ്പിന്റെയും ഫനാറിന്റെയും ആഭിമുഖ്യത്തിൽ അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള അഹ്ലൻ റമദാൻ എന്ന ഈ മഹത്തായ വിജ്ഞാന വേദിയിൽ സംഗമിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ മഹത്തായ ദീനി മജ്ലിസ് വിട്ടു പിരിയുന്നതിൻ്റെ മുമ്പായി നമ്മിൽ അവൻ വർഷിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ പാപങ്ങളെല്ലാം പൊറുത്തു തരാൻ ഈ മഹത്തായ സംഗമം ഒരു നിമിത്തമാക്കി അവൻ മാറ്റിത്തീർക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരു വെളിപ്പാടകലെ നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യം നിറഞ്ഞ മഹത്തായ പരിശുദ്ധമായ റമദാൻ എത്തി നിൽക്കുകയാണ്. ആ റമദാനിനെ വരവേൽക്കുവാനും ആ റമദാൻ വരുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മാനസികാവസ്ഥകളെ പരിശോധിക്കുവാനുമുള്ള ഒരു പരിശോധനയുടെ അവസരമായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ അവസരത്തെ വിനിയോഗിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് പരിശുദ്ധമായ റമദാനിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുക എന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയ അതിഥിയെ വരവേൽക്കുവാനുള്ള മാനസികമായ തയ്യാറെടുപ്പാണ് വളരെ പ്രധാനം. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ പല വിധത്തിൽ ഈ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തുള്ള പള്ളികളിലും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പരിശുദ്ധ റമദാൻ വരുന്നു എന്ന നിലക്കുള്ള മുന്നൊരുക്കങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സംസാരങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ മറ്റു പല ആളുകളും
റമദാൻ വരുന്നു എന്ന നിലക്ക് പല പ്രോഗ്രാമുകളും പദ്ധതികളുമായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നാമതായി ഉണ്ടായിരിക്കേണ്ടുന്ന മാനസികമായ തയ്യാറെടുപ്പ് ഈ വരുന്ന അതിഥിയെക്കുറിച്ചുള്ള വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു വല്ലാത്തൊരു ആനന്ദമാണ് നമ്മുടെ മനസ്സിൽ സഹോദരങ്ങളെ വിശുദ്ധമായ റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അതിന് ഭംഗം വരുത്തുന്ന നിലക്കുള്ള ഒന്നും നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ നോക്കുക. കാരണം പത്രങ്ങൾ എഴുതിപ്പിടിപ്പിക്കുന്നു, അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ആളുകൾ ഇങ്ങനെ നാലാൾ കൂടിയിടത്തൊക്കെ ഇപ്പോൾ ചർച്ചകൾ ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മളെ റമദാനിനെ അഭിമുഖീകരിക്കുക എന്നറിയില്ലല്ലോ. എന്താ കാരണം? സുദീർഘമായ പകലാണല്ലോ വരുന്നത്. ചൂടാണെങ്കിൽ 40നും മീതെ കത്തി നിൽക്കുന്ന ഒരു അവസരം. മണിക്കൂറുകളാണെങ്കിൽ ഒന്ന് സൂര്യൻ പ്രഭാതോദയം തുടങ്ങിയിട്ട് സൂര്യാസ്തമനം നടക്കുന്നതിനിടക്ക് 10-14 മണിക്കൂറുകളിലേറെ, 10-15 മണിക്കൂറിന്റെ കടുത്താണല്ലോ. എന്ത് ചെയ്യും, എങ്ങനെ നേരിടും എന്നൊക്കെയുള്ള ഒരാശങ്ക പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ അങ്ങനെ വരാനേ പാടില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ടതില്ല. കാരണം എത്ര മണിക്കൂറുകൾ വരട്ടെ, എനിക്കെന്റെ നാഥൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള വലിയ ഒരവസരത്തിന് എനിക്ക് റബ്ബ് ആയുസ് തന്നെങ്കിൽ, എനിക്ക് ആ മാസത്തിലേക്ക് ആരോഗ്യത്തോടെ എത്തിപ്പെടാൻ എനിക്ക് റബ്ബ് തൗഫീഖ് തന്നെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മണിക്കൂറുകൾ പ്രശ്നമല്ല, ചൂട് പ്രശ്നമല്ല, ഉഷ്ണം പ്രശ്നമല്ല. സർവലോക പരിപാലകനായ റബ്ബ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും അത്യുന്നതമായ പാപമോചനത്തിന്റെ നാളുകളിലേക്ക്, നരകവിമോചനത്തിന്റെ നാളുകളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ റബ്ബേ നീ ആഫിയത്ത് തരണേ, ആരോഗ്യം തരണേ. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ റമദാനിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഈ നാളുകളിൽ ഉണ്ടാവേണ്ടത്. ഒരു വിഷമവും നമ്മുടെ മനസ്സിലില്ല. കാരണം കത്തിയാളുന്ന ചൂട്, കത്തിയാളുന്ന സൂര്യന്റെ കീഴേ നിന്നുകൊണ്ട് മനുഷ്യൻ വിയർത്തൊലിച്ച്, ഈ ലോകത്തതാ പള്ളിക്ക് പുറത്താണ് നമ്മൾ വിയർത്തൊലിക്കുന്നതെങ്കിൽ ശീതീകരിച്ച പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഓടിക്കയറുകയാണ്. അതുപോലെ തന്നെ വാഹനത്തിന്റെ പുറത്ത് നിന്ന് കത്തിയുരുകുന്ന ആ നിലക്കുള്ള ചൂടുണ്ടാകുമ്പോ വാഹനത്തിലേറി അത് സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ടുകൊണ്ട് നമ്മൾ ആശ്വസിക്കുകയാണ്. റൂമിന്റെ പുറത്താണെങ്കിൽ ഒരാശ്വാസത്തിന് വേണ്ടി നമ്മുടെ റൂമിലേക്ക് ഓടിക്കയറുകയാണ്. ദാഹിച്ച് വലയുന്ന നമ്മൾ തണുത്ത വെള്ളം കുടിച്ച് ആശ്വാസം പകരുകയാണ്. പക്ഷേ അപ്പോഴും അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും റമദാൻ വരുമ്പോൾ അതൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം എന്റെ സർവലോക പരിപാലകനായ റബ്ബിന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിച്ചെന്നാൽ എന്റെ തലക്കുമീതെ ഒരു ചാൺമീതെ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ, മനുഷ്യന്മാരവരുടെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എത്രായിരം കൊല്ലമാണ് സഹോദരന്മാരെ അവിടെ നിൽക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. അതുപോലെ തന്നെ 50,000 സന എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്ന അനന്തമായ നാളുകൾ, ആനന്ദമായ നാളുകൾ ഇങ്ങനെ മഹ്ശറിൽ വിയർത്തൊലിച്ച് ചില ആളുകൾ ആ വിയർപ്പ് അവരുടെ നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ട്. ചിലരുടേത് കണങ്കാല് വരെ എത്തിയിട്ടുണ്ട്. ചിലരുടേത് കാൽമുട്ട് വരെ എത്തിയിട്ടുണ്ട്. അരവരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. നെഞ്ച് വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. മൂക്കറ്റം വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. ആ നിലക്കുള്ള കഠിന കഠോരമായ വിയർത്തൊലിച്ചുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ നഫ്സി നഫ്സി, എന്റെ കാര്യമെന്താണ്, എന്റെ കാര്യമെന്താകും എന്ന് ചിന്തിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്കുള്ള വിചാരണയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ നൃത്തം. ആ നൃത്തത്തിന്റെ അന്ന് എനിക്കെന്റെ നാഥന്റെ തണല് കിട്ടുമോ? എനിക്കവിടെ സർവലോക പരിപാലകനായ റബ്ബൊരുക്കി വെക്കുന്ന തണൽ എനിക്ക് ലഭ്യമാകുമോ? അതിനുള്ള വഴികളെന്താണ്? അതിനുള്ള മാർഗമെന്താണ്?
ആ മാർഗങ്ങളിൽ എത്തിച്ചേരാനുള്ള പണികളെടുക്കാൻ, പ്രത്യേകിച്ച് വരുന്ന ഒരു മാസത്തെ പൂർണ്ണമായ ആരോഗ്യത്തോടെ എനിക്ക് അഭിമുഖീകരിക്കാൻ സാധിച്ചാലോ ഞാൻ വലിയ ഭാഗ്യവാനാണ്. അതാണ് സഹോദരന്മാരെ, ഈ വരുന്ന മാസത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒന്നാമതായി കോറിയിടേണ്ടത്. ഞാൻ കഷ്ടപ്പെടില്ല, എനിക്ക് ബുദ്ധിമുട്ട് വരില്ല, ഇനി ഞാൻ എന്ത് സഹിച്ചാലും അത് അവിടെയുള്ള കഠിനമായ ചൂടിൽ നിന്ന് എനിക്ക് ആശ്വാസം കിട്ടാനാണ്. ഇവിടെ ഞാൻ ഇത്തിരി ചൂട് സഹിച്ചാലും അവിടെയുള്ള ദാഹത്തിന് എനിക്കൊരിത്തിരി ആശ്വാസം ലഭിക്കാനാണ്. ഇവിടെ ഞാൻ ചൂട് സഹിച്ചാലും ദാഹം സഹിച്ചാലും സർവലോക പരിപാലകനായ റബ്ബിന് വേണ്ടിയുള്ള എന്റെ ഒരുക്കങ്ങൾക്ക്, ആ ഒരുക്കത്തിന് എനിക്ക് ആവേശം പകരാൻ, പ്രവൃത്തിപഥത്തിലൂടെ എനിക്കെന്റെ നാഥനിലേക്കൊന്നടുക്കുവാൻ റബ്ബേ അവസരമാണല്ലോ വരുന്ന റമദാൻ. അതുകൊണ്ട് റമദാനിൽ ആഫിയത്തോടെ അതിന്റെ രാപ്പകലുകളെ എനിക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നീ ആരോഗ്യം തരണേ അല്ലാ, അവസരം തരണേ, സന്ദർഭം തരണേ. എനിക്കും എന്റെ കുഞ്ഞുമക്കൾക്കും എന്റെ ഇണക്കും എന്റെ കുടുംബത്തിനും ഒന്നാകെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കൃത്യമായ മാർഗമായി ഈ റമദാനിനെ നീ എനിക്ക് മാറ്റിത്തരണേ അല്ലാ. ആ കൃത്യമായ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ഒന്നാമതായി നമ്മുടെ മനസ്സിൽ ഈ അവസരത്തിൽ ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ ചിന്തിക്കണം, റമദാനിൽ നമ്മൾ എത്തുക എന്നൊരു തന്നെ വല്ലാത്തൊരു ഭാഗ്യമാണ്. എത്രയെത്ര ആളുകൾ ഇപ്പോൾ, നമ്മളിവിടെ നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിയിൽ ഒരുമിച്ച് തിങ്ങിക്കൂടിയിരിക്കുന്നു. എത്ര പേർക്ക് റമദാനിലെത്താൻ കഴിയും? ഇനി എത്തിയാൽ തന്നെ എത്ര പേർക്ക് ആഫിയത്ത് കാണും? ഇനി എത്ര പേർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും? ആർക്കും ഗ്യാരണ്ടി പറയാനാവാത്തൊരു ജീവിതമല്ലേ മനുഷ്യന്റെ ജീവിതം. സർവലോക പരിപാലകനായ റബ്ബിന്റെ വിളിയാളം വന്നാൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പിന്തിച്ചിട്ട് തരാത്ത ആ ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ മുമ്പിൽ കീഴടങ്ങിപ്പോയ ആയിരങ്ങളല്ലേ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിചയക്കാരിൽ നിന്ന് തന്നെ പോയിട്ടില്ലേ? നിങ്ങളുടെ കൂടെ കഴിഞ്ഞ വർഷം തറാവീഹ് നിസ്കരിച്ചവർ ഒന്ന് ആലോചിച്ചു നോക്കൂ. മുഴുവൻ ആളുകളും ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? പലരും ഖബറിന്റെ അകത്തേക്ക് പോയിട്ടില്ലേ? പലരും അനാരോഗ്യം ബാധിച്ച് കിടപ്പിലായിട്ടില്ലേ? പലരും പലവിധത്തിലുള്ള പ്രശ്നങ്ങളിലായി പോയില്ലേ? സർവലോക പരിപാലകനായ റബ്ബിനോട് നമ്മൾ വളരെ നന്ദി പറയണം. അല്ലാഹ് പരിശുദ്ധമായ റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് തരണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം റമദാനിൽ എത്തിപ്പെടാൻ കഴിയാന്നുള്ളത് വല്ലാത്തൊരു ഭാഗ്യമാണ്. എത്രയോ ആളുകൾ മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗത്തുപ്പുകളാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ പലരും ഇന്ന് അവരുടെ ഖബറുകളിലാണ്. അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്കും പോകേണ്ട ലോകമാണത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. ഏറ്റവും കഠോരമായ ചൂടുള്ള നരകത്തി പരലോകത്താണ്. ഏറ്റവും കഠോരമായ ചൂടുള്ള നരകം അത് പരലോകത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളോട് ആഹ്വാനമുണ്ടായത് ഇതിനേക്കാൾ കടുത്ത ചൂട് കത്തിയുരുകുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടൂ, അള്ളാന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ഇറങ്ങി പുറപ്പെടാനും യാത്ര പോകാനും വേണ്ടി ആഹ്വാനം ചെയ്തത് ഇതിനേക്കാൾ സൂര്യൻ കത്തിയെരിയുന്ന ഒരു ചൂടുള്ള കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഹ്വാനം കേട്ടുകൊണ്ട് യുദ്ധത്തിന് പോയപ്പോൾ അത്ര തന്നെ ഈമാൻ ഖൽബിൽ ഉറച്ചു നിൽക്കാത്ത കുറെ ആളുകൾ ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ അവസരത്തിൽ പുറത്തു പോവുക? നല്ല മാർഗത്തിലേക്ക് പുറപ്പെടുന്ന മുഅ്മിനീങ്ങളെ പോലും പിന്തിരിപ്പിക്കാൻ വേണ്ടി അവര് പലതും പറഞ്ഞു നോക്കി. ലാ തൻഫിറൂ ഫിൽ ഹർറ്, ചൂടാണ് മക്കളെ, ഇറങ്ങണ്ട. ചൂടുകാലത്ത് എവിടേക്ക് പോകാനാണ്? ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞ നേരത്ത് അല്ലാഹു മറുപടി പറഞ്ഞത് നമ്മുടെ ഖൽബിലുണ്ടാകണം. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ.
യഅലമൂൻ. ജഹന്നമിന്റെ തീയാണ് ഏറ്റവും കഠിനമായ ചൂടുള്ള തീയ്. ഈ ദുനിയാവിലെ തീയൊന്നും ഒന്നുമല്ല സഹോദരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാറു ബനീ ആദം, ഇവിടെ മനുഷ്യന്മാര് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ്, ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തീ ഉണ്ടല്ലോ, ആ തീയ് അല്ലതീ തുഖിദൂന ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, ജഹന്നമിൽ വരാൻ പോകുന്ന തീയുടെ 70 മാത്രമാണ്. എന്റെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്ക്. ജഹന്നം എന്ന് പറയുന്ന കത്തിയാളുന്ന പരലോകത്തുള്ള നരകാഗ്നിയുടെ ചൂടിന്റെ കാഠിന്യമാ പറയുന്നത്. നിങ്ങളിവിടെ കത്തിക്കുന്ന തീയെ നമ്മൾ ഉപയോഗിക്കുന്ന തീ പോലും എത്രയാണ്. വസ്ത്രം ഇസ്തിരിയിടുന്ന നേരത്ത് നമ്മുടെ ചെറുവിരലെങ്ങാനും അയൺ ബോക്സിലേക്കൊന്നറിയാതെ തെന്നിപ്പോയാൽ നീറ്റൽ സഹിക്കാതെ എത്ര നേരം നമ്മൾ ആ വിരൽ വായിലിട്ടുറിഞ്ചുന്നു. നീറ്റൽ സഹിക്കാതെ നമ്മൾ തുള്ളിക്കളിക്കുന്നു, വേദന കൊണ്ട് പുളയുന്നു. അതിനേക്കാൾ കടുപ്പമുള്ള രൂപത്തിലുള്ള തീയും ലോകത്തുണ്ട്. കാരിരുമ്പിനെ പച്ചവെള്ളം പോലെയാക്കി ദ്രാവക രൂപത്തിലാക്കി ഒഴുക്കുകയാണ്. സ്റ്റീൽ കമ്പനികളിൽ അങ്ങനെയല്ലേ സ്റ്റീൽ ഉണ്ടാക്കുന്നത്? ഏറ്റവും വർദ്ധിതമായ തോതിൽ അതിനെ അങ്ങ് ചൂടാക്കിയിട്ട് കടുത്ത കാരിരുമ്പിനെ പോലും വെള്ളമാക്കി മാറ്റുന്ന അത്യുഷ്ണമുള്ള അതികഠിനമായ ചൂടുള്ള തീയാണ് ദുനിയാവിലെ തന്നെ തീ. എന്നാലും ആ തീയൊന്നും പരലോകത്തെ തീ വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല ജനങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യരെ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീ ഉണ്ടല്ലോ, ആ തീ കഠിനമായ ജഹന്നമിന്റെ തീയുടെ 70 മാത്രമാണ്. അഥവാ ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തീയുടെ ഒരു 69 മടങ്ങ് ചൂടങ്ങ് കണക്ക് കൂട്ടിക്കോ. അതാണ് ജഹന്നം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കും. സഹോദരന്മാരെ, ഇന്നും ഇശാ നിസ്കരിച്ചപ്പോൾ നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചില്ലേ? നമ്മൾ ചോദിച്ചില്ലേ? പക്ഷെ എത്ര പേര് മനസ്സറിഞ്ഞ് ചോദിച്ചു? അല്ലാഹു അലം. നമ്മുടെയൊക്കെ നിസ്കാരം അങ്ങനെയാ സുഹൃത്തുക്കളെ. നമ്മുടെയൊക്കെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ പലപ്പോഴും ചടങ്ങുകളായി പോകുന്നുണ്ടോ? നമ്മൾ ഭയപ്പെടണം. നമ്മളൊന്നും ചോദിച്ചില്ലേ? നിസ്കാരത്തിന്ന് പിരിയുന്നതിന്റെ മുമ്പ് ചോദിച്ചില്ലേ, اللهم إني أعوذ بك من عذاب النار. മറ്റൊരു റിപ്പോർട്ടിൽ اللهم إني أعوذ بك من عذاب جهنم, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിയുടെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് വിരമിക്കാറില്ലെന്ന റിപ്പോർട്ടുണ്ടല്ലോ. അത്രത്തോളം കഠിനമായി നമ്മൾ ഭയപ്പെടുന്ന ലോകമാണ് പരലോകത്തുള്ള തീ എന്ന് പറയുന്ന ജഹന്നം. അതുകൊണ്ട് അവിടെ നമുക്ക് രക്ഷപ്പെടണം. അവിടെ നമുക്ക് നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ കുടുംബത്തിനും രക്ഷപ്പെടണം, ബന്ധപ്പെട്ട ആളുകൾക്കും രക്ഷപ്പെടണം. അതിനെന്ത് വേണം സഹോദരന്മാരെ? ഒന്നാമതായി നമ്മൾ ഈ മാസത്തെ വരവേൽക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മളൊന്ന് എല്ലാം വൃത്തിയാവണം. നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് പഴമക്കാര് ചെയ്യും, പള്ളികളൊക്കെ വൃത്തിയാക്കും. അതിന്റെ പുറമെ വീടുകളിലൊക്കെ പല ആളുകളും നനച്ചുകുളി എന്ന് പറഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് ക്ലീനാക്കും. വാസ്തവത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമൊന്നും റമദാൻ വരുന്നതിന്റെ മുമ്പ് ഇല്ല. അത് വേറെ വിഷയം. എപ്പോഴും മുസ്ലിം ഭവനങ്ങൾ വൃത്തിയും ശുദ്ധിയും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാലും റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു വൃത്തിയാക്കൽ നടത്താറുണ്ട്. വാസ്തവത്തിൽ ആ വൃത്തിയാക്കുന്നതിനേക്കാളും അപ്പുറം വൃത്തിയാകേണ്ടത് നമ്മുടെ ഖൽബാണ്. ഖൽബ് വൃത്തിയാവണം. വരുന്ന ആഗസ്റ്റിനെ സ്വീകരിക്കാൻ മാത്രം വൃത്തിയുള്ള ഇടമാകണം നമ്മുടെ ഖൽബ്. അതിന് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. പാപക്കറകളിൽ നിന്ന് പരിശുദ്ധമാക്കണം മനസ്സിനെ. തൗബ തൗബ എന്ന് പറയുന്നത് വിശുദ്ധ റമദാനിൽ മാത്രം നടത്തേണ്ട ഒരു ഏർപ്പാടല്ല. ഹജ്ജിലൂടെ മാത്രം നേടിയെടുക്കേണ്ടുന്ന ഒരു കാര്യവുമല്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ദിനേന വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ് തൗബയും ഇസ്തിഗ്ഫാറും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം. എന്താ സുഹൃത്തുക്കളെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? അല്ലാഹ് പുറത്തു തരണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അസ്തഗ്ഫിറുള്ളകൾ അധികരിപ്പിക്കുക. എന്താ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലുള്ള ഗുണം? ഒരുപാട് ഗുണങ്ങൾ. നാളെ പരലോകത്ത് നമുക്ക് അതാണല്ലോ ആത്യന്തികമായി നമ്മുടെ ഇബാദത്തുകളുടെയും ദുആഇന്റെയും മുഴുവൻ പരമമായ ലക്ഷ്യം നമുക്ക് സ്വർഗത്തിലെത്തലാണ്, നരക വിമോചനമാണ്.
എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ഒരാള് എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അതൊരാളുടെ മുഖമുദ്രയായി കൊണ്ടു നടന്നാൽ, ഹബീബിന്റെ ഹദീസുകളിൽ കാണാം, മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും പാപമോചന പ്രാർത്ഥന ഇങ്ങനെ അധികരിപ്പിച്ച് അവന്റെ ജീവിതത്തിൽ അതവനിങ്ങനെ കൊണ്ടു നടന്നാൽ പ്രയാസങ്ങളിൽ നിന്ന് റബ്ബ് അവന് മോചനം നൽകും, ഞെരുക്കങ്ങളിൽ നിന്ന് റബ്ബ് പുറത്തു കിടക്കാൻ അവൻ അവസരം കൊടുക്കും, അവൻ അറിയാത്ത മാർഗത്തിലൂടെ റബ്ബ് അവന് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും. ഈ ലോകത്തും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. എന്താ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ 3 തവണ നമ്മളത് പറയുന്നുണ്ട്. അതിന്റെ പുറമേ ഓരോ അവസരങ്ങളിലും പാപത്തിന്റെ കറ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ദിവസത്തിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 70 തവണ, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് 100 തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വഹാബിമാര് ഓർക്കുകയാണ്, നബിതങ്ങളും ഒത്തുകൊണ്ട് ഞങ്ങളൊരു സദസ്സിൽ ഒന്നിച്ചിരുന്നാൽ ആ സദസ്സ് വിട്ട് പിരിയുമ്പോഴേക്ക് ഒരു 100 തവണയെങ്കിലും നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ. ആ പാപമോചന പ്രാർത്ഥന ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വർദ്ധിപ്പിച്ചിരുന്നു ദിനേന എന്ന് വരുമ്പോൾ, ഓ സഹോദര സഹോദരി, നമ്മൾ എത്രത്തോളം ഈ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ദുനിയാവിലും അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ദുനിയാവിലും ഒരുപാട് നേട്ടങ്ങൾ ഏതുകൊണ്ടുണ്ട്? ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടാനുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാര് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പോലും പറഞ്ഞ യാഥാർത്ഥ്യമാണിത്. സൂറത്ത് നൂഹിൽ തന്നെ നമുക്ക് ഓതിയാൽ കാണാം. മുഅ്മിനുകളെ, അല്ലാഹ് പറയുന്നുണ്ട്, നൂഹ് നബി തന്റെ ജനങ്ങളോട് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കൂ ജനങ്ങളെ. ഇന്നഹു കാന ഗഫാറ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. നിങ്ങൾക്കവൻ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും. എന്ത്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ മഴ കിട്ടും. വയുംദിദുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. ബി അംവാലിൻ വബനീന, സമ്പത്തും സന്താനങ്ങളെയും നൽകിക്കൊണ്ട് സഹായിക്കും ഇസ്തിഗ്ഫാറിലൂടെ. വയജ്അൽ ലക്കും ജന്നാത്ത്, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും. വയജ്അൽ ലക്കും അൻഹാറ, അവൻ നിങ്ങൾക്ക് നദികൾ തരും. വെള്ളത്തിന്റെ ക്ഷാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടാകുമ്പോൾ അവിടുന്ന് സഹാബത്തിനെയും കൂട്ടി നിസ്കരിക്കാറുണ്ട്, പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കാറുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് നമ്മുടെ മനസ്സുകൾ ശുദ്ധമാകുന്നതിന്റെ പുറമേ ഭൗതികമായും ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു ഓഫർ ചെയ്യുകയാണ്. ഈ നിലക്ക് നമ്മൾ നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഓർത്ത് അല്ലാഹുവിലേക്ക് കൃത്യമായി മടങ്ങി എന്തൊക്കെ പാപങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ കഴിഞ്ഞ ഇന്നലകളിൽ, അതൊക്കെ റബ്ബിനോട് പറഞ്ഞ് മനസ്സ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നിലയ്ക്ക് ഇസ്തിഗ്ഫാറും തൗബയും അല്ലാഹുവിലേക്കുള്ള മടക്കവും നമ്മൾ ആ നിലക്ക് മനസ്സിനെ ഇങ്ങനെ പഠിപ്പിക്കും. എപ്പോഴാ ആഗസ്റ്റ് വരിക, എപ്പോഴാ റമദാൻ വരിക, ആ റമദാനിന്റെ ആദ്യത്തെ സെക്കൻഡിലേക്കാണ് പ്രവേശിക്കുമ്പോഴേക്ക് തന്നെ മനസ്സിന് വല്ലാത്തൊരാനന്ദം. കാരണം ഇതുവരെ ഇല്ലാത്ത ചില മുന്നൊരുക്കങ്ങൾ വാനലോകത്ത് നടന്നു കഴിഞ്ഞു. ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബു ജഹന്നം വസുഫിദത്തിശ് ശയാത്തീൻ.
വിശുദ്ധ റമളാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയായി, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയായി. മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി അവനവല്ലാതെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ചെകുത്താന്മാര് ചങ്ങലക്കിടപ്പെടുകയായി. ആ ഒരു വല്ലാത്തൊരു പ്രതീക്ഷ ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ആ നിലക്ക് സുഹൃത്തുക്കളെ നമ്മൾ ഈ മാസത്തെ ഇങ്ങനെ കാത്തിരുന്ന് അല്ലാഹ് എനിക്ക് ആഫിയത്ത് തരണം, രോഗമൊന്നും ഉണ്ടാവരുത്, അതിന്റെ രാവും പകലൊക്കെ എനിക്ക് ശരിക്കും ഉപയോഗപ്പെടുത്തണം, ധാരാളം അമല് ചെയ്യണം, നിസ്കാരമൊന്നും നഷ്ടപ്പെടാതെ 5 നേരത്തെ നിസ്കാരം എനിക്ക് കിട്ടണം. അതുപോലെ തന്നെ ആർക്കെങ്കിലും വല്ല തിരക്കുകളും ആ മാസത്തിൽ വരും എന്ന് ഇപ്പോഴേ തോന്നുന്നുവെങ്കിൽ ആ തിരക്കുകൾക്ക് പരിഹാരം മുമ്പേ ചെയ്തു വെക്കാൻ കഴിയുമെങ്കിൽ സുഹൃത്തുക്കളെ ഇപ്പൊ ചെയ്യേണ്ട സമയമാണത്. റമദാനിൽ തിരക്കുകളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഫ്രീ ആവാൻ പല ആളുകളും റമദാനാകുമ്പോൾ വല്ലാത്ത തിരക്കിലേക്ക് പോകും. എന്നാൽ അവര് വിചാരിച്ചാൽ ശഅബാനിൽ തന്നെ ചില വർക്കുകളൊക്കെ ചെയ്ത് റമദാൻ കുറച്ച് ഫ്രീ ആക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ സാധിക്കുന്നവരുണ്ടെങ്കിൽ അവർ റമദാനിന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കേണ്ട ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വെച്ച് റമദാനിൽ എനിക്ക് കൂടുതലൊന്ന് ഉത്സാഹവും ഉന്മേഷവും. ഏതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സഹാബത്ത് പറഞ്ഞു, കാന യജ്തഹിദു ഫീ റമദാൻ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഇല്ലാത്തൊരു ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റമദാനായി കഴിഞ്ഞാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ അരമുറുക്കി വളരെ കൃത്യമായ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി ആ ഒരു പ്രത്യേകമായ താല്പര്യം നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നു. അവിടുത്തെ മാതൃകയല്ലേ നമ്മുടെ ഏറ്റവും വലിയ മാതൃക? അവിടുത്തോടുള്ള മഹബ്ബത്തല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഈമാനിന്റെ ലക്ഷണമായി നമ്മൾ കാണേണ്ടത്? അവിടുത്തെ ഈ ലോകത്തോട് അയച്ച റബ്ബിനോടുള്ള മഹബ്ബത്തല്ലേ അതിലും വലിയ ഏറ്റവും വലിയ ഈമാനിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ ഉണ്ടാകേണ്ടത്, കാണേണ്ടത്? അതും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഏറ്റവും ക്ലിയറായ മനസ്സുമായി വിശുദ്ധ റമദാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ഇനി എന്റെ നോമ്പ് സ്വീകാര്യമാവണം. ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ നമുക്ക് അല്ലാഹു ആയുസ് തന്നാൽ ആയുസ് നൽകുമാറാകട്ടെ, ആഫിയത്ത് തരുമാറാകട്ടെ. നമ്മൾ റമദാനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട ചിന്ത എന്താണ്? അല്ലാഹ്, ഞാൻ ഈ ഇബാദത്ത് ചെയ്യുമ്പോ ഈ ഇബാദത്ത് മുഴുവൻ അല്ലാഹുവിന്റെ അടുക്കൽ മഖബൂലായ നിലയ്ക്ക് എനിക്ക് നിർവഹിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ കർമ്മം സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമതായി സഹോദരന്മാരെ, നമ്മുടെ ഈമാനാണ് ശരിയാവേണ്ടത്. ഈമാനാണ് ശരിയാവേണ്ടത്. മുഅ്മിനിന്റെതല്ലാത്ത ഒരു കർമ്മത്തിനും വിലയില്ല. മുഅ്മിനല്ലാത്തൊരു മനുഷ്യൻ ഒരു അമല് ചെയ്താലും അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാര്, ഏത് പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ അങ്ങ് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പ്രവാചകന്മാരും അതാത് നാടുകളിൽ വന്നിട്ട് ആദ്യം ജനങ്ങളോട് എന്താ പറയാ? നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം എന്നല്ല. ആദ്യം എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറയുന്നത് എന്താ അറിയോ? യാ ഖൗമി അഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. എല്ലാ പ്രവാചകന്മാരും ആദ്യം ഇതാ പറഞ്ഞു. നിങ്ങൾ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ, എന്റെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ കാണാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ ആദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ച ഹൂദ് നബിയെ കുറിച്ച് വഇലാ ആദിൻ നഖാഹും ഹൂദാ ഖാല യാ ഖൗമി അഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ആദ് ഗോത്രത്തിലേക്ക് നിയുക്തനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ്യമായി ആ ജനതയെ വിളിച്ചുകൊണ്ട് പറയുന്നതും, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണേ, അവനിൽ നിങ്ങൾ ആരെയും പങ്കുചേർക്കരുത്, അവനല്ലാതെ ഒരു ഇലാഹിനെയും നിങ്ങൾക്കില്ല കേട്ടോ എന്ന് കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. എല്ലാ നബിമാരും അതാദ്യം പറയാം, ജനങ്ങളോട് പറയും. എന്താ കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലം രണ്ടായി നമ്മൾ വിഭജിച്ചാൽ, മുസ്ലിമീങ്ങളെ, നമുക്കറിയാമല്ലോ നമ്മുടെ നേതാവിന്റെ ജീവചരിത്രം. അവിടുത്തെ ജീവിത കാലഘട്ടത്തെ നമ്മൾ രണ്ടായി വിഭജിച്ചാൽ
40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടിയിട്ട് 53 വയസ്സ് വരെ 13 കൊല്ലക്കാലം അവിടുന്ന് മക്കയിൽ ജീവിച്ച് ബാക്കിയുള്ള കാലമല്ലേ മദീനയിൽ ജീവിക്കുന്നത്. ആ ഹിജറക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ 10-13 കൊല്ലത്തോളം അവതീർണമായിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും ഒക്കെ പരിശോധിച്ചാൽ ആ കാലഘട്ടം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞത് അവരുടെ ഈമാനിനെ നന്നാക്കുന്ന വർത്തമാനങ്ങളാണ്. ഈമാനിനെ ശരിയാക്കേണ്ട കാര്യങ്ങളാണ് മക്കീ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നത് മുഴുവനും. പരലോക വിശ്വാസം ശരിയാക്കുക, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം പഠിപ്പിക്കുക, മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം പഠിപ്പിക്കുക, പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം പഠിപ്പിക്കുക, ഖദാ ഖദർ, അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. ഹിജറക്ക് ശേഷം ഇറങ്ങിയ ആയത്തുകളിലാണ് നിയമങ്ങൾ കാണുന്നത്. എന്തേ കാരണം? നിയമങ്ങൾ അനുസരിച്ചൊരു മനുഷ്യൻ ജീവിച്ചിട്ട് അത് അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലാകണമെങ്കിൽ അടിത്തറ നന്നാവണം. ഈമാൻ ശരിയല്ലാത്തവന്റെ അമൽ റബ്ബിന് വേണ്ട. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, ഏത് സ്ഥലങ്ങളിൽ അല്ലാഹു തആല സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ എന്ന് പറയുന്നതിന്റെ മുമ്പേ അല്ല പറയാറുള്ളത് ആമനൂ, ഈമാൻ ശരിയായവർ. ഈമാൻ ശരിയായവർ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ അസ്റിൽ നോക്കൂ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. മാനവ സമൂഹത്തിന്റെ മുഴുവൻ രക്ഷയുടെ മാർഗം പറയുന്ന അധ്യായമാണ് ആ അധ്യായം. അതിൽ അല്ലാഹ് പറയുന്നത് മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ നിന്ന് കരകയറുന്ന ആളുകൾക്ക് 4 പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ആമനൂ, സത്യവിശ്വാസികളായവരൊഴികെ, വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ. ആ സത്യവിശ്വാസവും സൽക്കർമ്മവും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പുറമെ ആ ഹക്ക് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നവരും ഒഴികെ, ഉപദേശത്തിന്റെ മാർഗത്തിലേക്കും പ്രബോധന രംഗത്തേക്കും ഇറങ്ങുമ്പോ വല്ലാത്ത പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് സഹനശക്തി കൊണ്ട് സ്വയം സഹിക്കുകയും മറ്റുള്ളവരോട് അതിനു വേണ്ടി ഉപദേശം നൽകുകയും ചെയ്തവരൊഴികെ. ഈ 4 ഗുണവും ഉള്ളവരാണ് രക്ഷപ്പെടുക എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ സഹോദരങ്ങളെ ഈമാൻ ആദ്യം പറയുന്നത്. ആദ്യം ഈമാൻ ശരിയാവണം. ഈമാനിൽ ഏതെങ്കിലും കലർപ്പ് കലർന്നാൽ الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. അവർക്കാണ് നിർഭയത്വമുള്ളത്. ആർക്കാ നിർഭയത്വം? യഥാർത്ഥ വിശ്വാസികൾ. അവരുടെ വിശ്വാസത്തിൽ എന്ത് കലർന്നിട്ടില്ല? ളുൽമ് കലർന്നിട്ടില്ല. ഈമാനിൽ ളുൽമ് കലരാത്തവർക്കേ നിർഭയത്വമുള്ളൂ. അവർക്ക് മാത്രമേ സന്മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ എന്നല്ല പറഞ്ഞപ്പോ സഹാബിമാർക്ക് ബേജാറായി. അവര് ളുൽമ് എന്ന് കേട്ടപ്പോ അക്രമം എന്നാണല്ലോ. വിവിധങ്ങളോട് അവർ ചോദിച്ചു, പ്രവാചകരെ, എന്തെങ്കിലുമൊക്കെ ളുൽമ് ചെയ്യാത്തവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുമോ? ഞങ്ങൾ രക്ഷപ്പെടൂലേ? പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷ കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനത്തിൽ പറഞ്ഞ ളുൽമിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തത് അത് സാധാരണ തെറ്റുകുറ്റങ്ങളല്ല, മറിച്ച് ഇന്നശ്ശിർക ലളുൽമുൻ അളീം, നിശ്ചയമായും അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് ഏറ്റവും വമ്പിച്ച ളുൽമ്. അതുകൊണ്ട് ഈമാനിൽ ശിർക്ക് കലരാൻ പാടില്ല. ശിർക്കും കുഫറുമൊന്നും കലരാത്ത ഈമാനാണ് വേണ്ടത്. അവരുടെ നോമ്പാണ് സ്വീകരിക്കുക, അവരുടെ നിസ്കാരമാണ് സ്വീകരിക്കുക. അല്ലാത്തത് എത്ര വലിയവര് ചെയ്താലും പ്രയോജനമില്ലെന്നാ അല്ല പഠിപ്പിച്ചത്. മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരോടും അല്ല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും പറഞ്ഞിട്ടുണ്ട്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ തന്നെ ആയി പോവുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കും. അതിന് ആളെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല.
അള്ളാഹുവിൽ പങ്കുചേർത്ത് കഴിഞ്ഞാൽ, സർവലോക പരിപാലകനുള്ള ഏതെങ്കിലും വിശേഷണങ്ങൾ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ ആരോപിച്ചാൽ അത് ശിർക്കായി. അള്ളാഹിനെ പോലെ വേറൊരു അള്ളയുണ്ടെന്ന് പറഞ്ഞോളണം എന്നില്ല. സർവലോക പരിപാലകനായ റബ്ബിന് മാത്രമുള്ള ചില ഗുണങ്ങളുണ്ട്, അവന് മാത്രമുള്ള നാമങ്ങളുണ്ട്, അവന്റേത് മാത്രമായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് മറ്റുള്ളവരിലുണ്ടെന്ന് സങ്കല്പിച്ചുകൂടാ. ഉദാഹരണമായി യാ അല്ലാഹ് എന്ന് ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ, ആ പ്രാർത്ഥിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിശ്വാസം, എന്റെ വിളി ഇപ്പോൾ എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, വിളിച്ച എന്നെ റബ്ബ് കാണുന്നുണ്ട്. എന്റെ ശബ്ദം ഞാൻ ഇട്ടിട്ടില്ലെങ്കിലും ആ ശബ്ദമില്ലാത്ത സംസാരശേഷിയില്ലാത്ത ഒരു മനുഷ്യന്റെ ദുആയാണെങ്കിലും അവന്റെ ഹൃദയാന്തരാളത്തിൽ എന്താണോ അവൻ ആഗ്രഹിച്ചതെങ്കിൽ അതുപോലും എന്റെ റബ്ബ് അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കാണുന്നവനായ, എല്ലാം കേൾക്കുന്നവനായ, ആർക്കും എത്തി നോക്കാൻ സാധ്യമല്ലാത്ത ഖൽബെന്ന് പറയുന്ന അത്ഭുതങ്ങളുടെ പ്രതിഭാസമായ ഹൃദയത്തിലേക്ക് വരെ നോട്ടമെത്തുന്ന എന്റെ നാഥൻ ഞാൻ വിളിച്ചാൽ കേൾക്കുന്നുണ്ട്, വിളിക്കുന്ന എന്നെ കാണുന്നുണ്ട്, എന്റെ ഹൃദയം വരെ അറിയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നിവർത്തിച്ചു തരാൻ അവന് കഴിവുമുണ്ട്. ഈ വിശ്വാസത്തോടെ അല്ലേ സഹോദര ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഉറപ്പാണ്, അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതേ അവസരത്തിൽ അതേ സ്ഥാനത്ത് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്തരം പ്രയോഗങ്ങളിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഒരു മഹാത്മാവിന്റെ പേര് പറഞ്ഞിട്ട് ശൈഖേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നവരാരുടെ മനസ്സിന്റെ വിശ്വാസമെന്ത്? അയാളും ഇതുപോലെ തന്നെ വിശ്വസിക്കണം, ഞാനിപ്പോ ഇന്ന ശൈഖിനെ വിളിച്ചാൽ ആ ശൈഖ് ഇപ്പൊ എന്റെ വിളി കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, ഞാൻ ചോദിക്കുന്ന കാര്യം നിവർത്തിച്ചു തരാൻ അള്ളാഹ് അദ്ദേഹത്തിന് അഡ്വാൻസ്ഡ് ആയിട്ട് പണ്ടേ കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്റെ മനസ്സിലെ വികാരങ്ങൾ പോലും ആ മനുഷ്യൻ, ആ വ്യക്തി അറിയുന്നുണ്ട്. അദ്ദേഹം മരണപ്പെട്ടിട്ട് എത്ര കാലമായാലും ശരി, കുഴപ്പമില്ല, വിദൂരതയിലാണെങ്കിലും ശരി, പ്രശ്നമില്ല. ഈ ഗുണം അള്ളാഹുവിൻ്റെത് മാത്രമല്ലേ? കോടാനുകോടി ജനങ്ങൾ കോടാനുകോടി ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത ഭാഷകളിൽ വെച്ച്, ഒരേ സ്ഥലത്ത് വെച്ചോ വിവിധ സ്ഥലങ്ങളിൽ വെച്ചോ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോ അള്ളാഹ് അതൊക്കെ വേറെ 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 കേട്ടിട്ട് ഉത്തരം തരാൻ കഴിവുള്ളവനല്ലയോ? കഴിവുള്ളവനാണ്, നമുക്കാർക്കും അതിൽ തർക്കമില്ല. നമ്മളതാ വിശ്വസിക്കുന്നത്. അള്ളാഹിനെ ലോകത്തുള്ള എല്ലാവരും കൂടെ വിളിച്ചു, എല്ലാവരും കൂടി ഒപ്പം വിളിച്ചു. എല്ലാവർക്കും ഒരേ ആവശ്യം അല്ലല്ലോ ഉണ്ടാവുക, ഒരു 100 കൂട്ടം ആവശ്യം ഉണ്ടാവും, ഒരു 100 ഭാഷക്കാരുണ്ടാവും. ഇതൊക്കെ ഒരേ സമയത്ത് ഒരു 100 ഭാഷയിൽ ഒരു 100 കാര്യത്തിന് വേണ്ടി ഒരു 100,000 സ്ഥലത്ത് വെച്ച് ഒരു 100,000 ജനങ്ങൾ ഇങ്ങനെ വിളിക്കുകയാണ് അള്ളാനെ. ഇതൊക്കെ അള്ളാൻ കേൾക്കും, വേറെ വേറെ കേട്ട് ഉത്തരം ചെയ്യാൻ അവന് കഴിവുണ്ട് എന്നല്ലേ നമ്മുടെ ഉറച്ച വിശ്വാസം? അതെ, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. എന്നാ മനുഷ്യൻ അങ്ങനെയാണോ? നിങ്ങളോടൊരാൾ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ രണ്ടാളൊപ്പം വർത്താനം പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങൾ ഒരാൾ പറയും, നിങ്ങൾ രണ്ടാളും കൂടെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരാൾ സംസാരിക്കും എന്നാണ് നമ്മൾ പറയുക. കാരണം മനുഷ്യന്റെ കേൾവിയുടെ പരിധിയാണത്, മനുഷ്യന്റെ കാഴ്ചയുടെ പരിമിതിയാണത്. സർവലോക പരിപാലകനായ റബ്ബ് അങ്ങനെയാണോ? അവനെല്ലാം കേൾക്കുന്ന സമീആണ്, എല്ലാം കാണുന്ന ബസീറാണ്, എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാത്തിനും കഴിവുള്ള ഖദീർ തന്നെ. ആ കഴിവ് വേറെ ഒരാളിലേക്കാണ് സങ്കല്പിച്ചു കൊടുത്താൽ നമ്മുടെ ഈമാനിൽ ശിർക്ക് കലർന്നു പോയി. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാണ്. അങ്ങനെ ഏത് സമയത്ത് എപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാനും നമ്മെ സഹായിക്കുവാനും കഴിവുള്ള ഒരൊറ്റ ശക്തിയും ലോകത്തില്ല. അത് സർവ്വലോക പരിപാലകനായ അല്ലാഹു മാത്രമേയുള്ളൂ. ആ നിലക്ക് നമ്മുടെ ഈമാനിനെ ക്ലിയറാക്കി. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു പാർട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, ഒരാൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈമാനിനെ പറ്റി നബി തങ്ങൾ ഇങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്നെ ചോദിക്കുകയാണ്, അത്തദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും വിശ്വസിക്കണം,
അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായി കൊണ്ട് ഒരു ശക്തിയുമില്ല എന്നും നീ സാക്ഷ്യം വഹിക്കലാണ്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹും അതോടൊപ്പം തന്നെ ഏതും മുഹമ്മദുർ റസൂലുള്ളാഹ്. അതും കൂടി ഉണ്ടെങ്കിലേ ഈമാൻ പൂർണ്ണമാകും. ആ നിലക്ക് വിശ്വാസം ശരിയാവണം. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അതുപോലെ തന്നെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ മഹബ്ബത്ത്, അവിടത്തോടുള്ള നമ്മുടെ സ്നേഹം, അത് കേവലം വാക്കിൽ പറയാനുള്ളതല്ല. വാക്കിൽ പറയേണ്ടതുണ്ട്. എപ്പോ അവിടുത്തെ നാമം കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ഗുണത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തിനാ? അത് നമുക്കും കൂടി ഗുണം കിട്ടാനാ, നമുക്ക് ഗുണം കിട്ടാനാ. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ ശറാ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവന് അത് മുഖേന 10 ഗുണം പ്രദാനം ചെയ്യുന്നു. അതെന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലുള്ള സ്വലാത്തുകൾ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ നിലക്കും നമുക്ക് ഖൈറാണ്. നമുക്ക് ധാരാളക്കണക്കിന് പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണത്. അതവിടുത്തെ പേര് കേൾക്കുമ്പോഴുള്ള നമ്മുടെ മര്യാദയാണെങ്കിൽ അവിടുന്ന് കൊണ്ടുവന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് അംഗീകരിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകനാണെന്ന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മൊഴിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണെന്ന് ഞാൻ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടും കാര്യമായില്ല. ആ നേതാവ് ഇവിടെ കൊണ്ടുവന്നത് മുഴുവനും ഞാൻ അംഗീകരിക്കുന്നു. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മളാ പറയുന്നതിന്റെ പൊരുളതാണ്. 5 നേരം ബാങ്ക് വിളിയിലൂടെ, ലോകമുസ്ലിമീങ്ങളുടെ ഇഖാമത്തുകളിലൂടെ, ലോകമുസ്ലിമീങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിലൂടെയും സുന്നത്ത് നിസ്കാരങ്ങളിലൂടെയും ഒക്കെ എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതൊരു വല്ലാത്ത വാക്കാണ് സഹോദരങ്ങളെ. എന്റെ ജീവിതം അതിന്റെ സാക്ഷിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് സാക്ഷിയാണ്. അവിടുന്ന് കൊണ്ടുവന്നതൊക്കെ സത്യമാണ്. അവിടുന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നിയമത്തോട് എന്റെ മനസ്സിൽ വിഷമം തോന്നിയാലോ, ശരിക്ക് ഗൗരവത്തോടെ എന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നിയമം ഇക്കാലഘട്ടത്തിന് അത്ര യോജിച്ചതല്ല, അതല്ലെങ്കിൽ എനിക്കതിനോടത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ അത് ജനങ്ങളോട് പറയാൻ പറ്റിയ നിയമമല്ല എന്ന് ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയാലോ ഭയപ്പെടണേ സഹോദരന്മാരെ. ഈമാനിന് ഭംഗം വന്നുപോയി. ഈമാനിന് ഭംഗം വന്നിട്ടുണ്ട്. അതിന്റെ അടയാളാണെന്ത്? അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനാണ് ശരിയല്ല, മുഴുവൻ എനിക്കാണ് അംഗീകരിക്കാൻ കഴിയണില്ല. എന്തൊക്കെയായാലും ആ ഒരു ഹദീസ് എനിക്കത് വല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയണില്ല. പറയാൻ പാടുണ്ടോ? പാടില്ല, പാടില്ല സഹോദരങ്ങൾ. അള്ളാഹുവിന്റെ റസൂല് എന്തൊരു വിധി നമുക്ക് പഠിപ്പിച്ചു തന്നോ 100% അതിനോട് കൂറ് കാണിക്കണം, സമ്മതിക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ്, റമദാനല്ലേ വരുന്നത്. നിങ്ങൾ റമദാൻ അല്ലാത്ത കാലത്തൊക്കെ നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഏതെങ്കിലും ഭാഷയിലുള്ള ട്രാൻസ്ലേഷനുകൾ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ കരുതണം. അങ്ങനെ വായിക്കുമ്പോൾ ഒരു വല്ലാത്ത ആനന്ദമാണ്. അങ്ങനെ അർത്ഥം ആസ്വദിച്ച് നമ്മളോട് അല്ല അങ്ങനെ പറയണെന്ന് അപ്പോഴാണ് നമുക്ക് തോന്നുക. ഇപ്പൊ ഞാൻ ഓതിക്കേൽപ്പിച്ച വചനം എന്താ റബ്ബ് പറയുന്നത്? ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവര് വിശ്വാസികളാവില്ല, മൂമിനാവില്ല. ഞാൻ മൂമിനാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ മൂമിനാന്ന് ഞാൻ അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. മൂമിനാവില്ല. ഏതുവരെ ഹത്താ യുഹക്കിമൂക, അവർ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ.
ഏത് കാര്യത്തിൽ? ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നിന്റെ തീരുമാനത്തിലേക്ക് അവർ കാതോർക്കുന്നത് വരെ. അങ്ങനെ തീരുമാനത്തെ അവര് മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ എന്ത് പാടില്ല? ثم لا يجدوا في أنفسهم حرجا مما قضيت, നിന്റെ വിധിയോട് നിന്റെ തീരുമാനത്തോട് അവരുടെ മനസ്സിന്റെ അകത്ത് അല്പം പോലും ഒരു വിഷമമുണ്ടാകാൻ പാടില്ല. വയുസല്ലിമൂ തസ്ലീമാ, അവര് 100% ആ നിയമത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് സമ്മതിക്കുകയും ചെയ്യുന്നത് വരെ ഈമാന് കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എല്ലാവരും ഇത് വളരെ മുഖവിലക്ക് എടുക്കണം. പലപ്പോഴും ആളുകൾ ചില ഹദീസുകളൊക്കെ വായിച്ചിട്ട് പറയും ആ ഹദീസ് സഹീഹൊക്കെ തന്നെയാണ്, ബുഖാരിയിലൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷേ എനിക്കതാണ് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഞാനത് അംഗീകരിക്കൂല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, ഈ കാലഘട്ടത്തിൽ അത് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എല്ലാ നിയമവും തരക്കടില്ല, ഈ നിയമം ശരിയല്ല, അതൊരു എന്താന്നാ പറയുന്നത്, അതങ്ങനെ നമ്മളെ ബുദ്ധിക്ക് കൊള്ളൂല. പറയാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ? പാടില്ല. ഈമാൻ തെറിച്ചു പോകുന്ന ഇസ്ലാം പറയും. ഈമാൻ തെറിച്ചു പോകും, ഈമാനിൽ നിന്ന് പോകുന്ന പറയും. ഒരു മുഅ്മിനിന് അത് ചേർന്നതല്ല, ഒരു മുഅ്മിനത്തായ പെണ്ണിനും അത് ചേർന്നതല്ല. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. ഒരു മുഅ്മിനായ പുരുഷനോ ഒരു മുഅ്മിനത്തായ പെണ്ണിനോ പാടില്ല തന്നെ. എന്ത് പാടില്ല? എന്ത് പാടില്ല? അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ച് വിധി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടപ്രകാരം പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിന് പിന്നെ സ്വാതന്ത്ര്യമില്ല, ഓപ്ഷനില്ല, അംഗീകരിച്ചോളണം. എനിക്ക് പിന്നെ തെരഞ്ഞെടുത്ത് ചിലത് സ്വീകരിച്ച് ചിലത് തള്ളാനും കൊള്ളാനും എന്നുള്ള അധികാരവും ആ നിലക്കുള്ള ഒരു അവകാശമൊന്നും എനിക്ക് തന്നിട്ടില്ല, ആർക്കും തന്നിട്ടില്ല. മറിച്ച് എന്ത് ചെയ്യണം? അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ അംഗീകരിക്കണം. അതില്ലെങ്കിൽ അവിടുത്തോടും അള്ളാഹിനോടുമുള്ള ധിക്കാരമാണത്. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്, ആര് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ധിക്കാരം പ്രവർത്തിക്കുന്നുവോ, അനുസരണക്കേട് കാണിക്കുന്നുവോ, ഫഖദ് ضل ضلالا മുബീനാ, തീർച്ചയായും അവൻ വ്യക്തമായ വഴികേടിലാണ് പെട്ടുപോയിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദിനേന, എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാരും ആലോചിക്കുക, 5 നേരത്തെ നിസ്കാരത്തിന് ബാങ്ക് കേൾക്കുമ്പോ, ബാങ്ക് വിളിക്കുമ്പോ, ഇഖാമത്ത് വിളിക്കുമ്പോ, അത്തഹിയാത്ത് ചൊല്ലുമ്പോ ഒക്കെ നമ്മൾ പറയുന്ന ഒരു വർത്താനാണ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പറയുന്നത് കറക്റ്റ് ആണ്. നമുക്കതിനോട് കൂറുണ്ടോ എന്നാ ചോദിക്കുന്നത്. നമുക്കതിനോട് കൂറുണ്ടെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യത്തോടും നമുക്ക് എതിർപ്പ് തോന്നാൻ പാടില്ല, ഒന്നിനെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല, വെറുതെ തമാശയായിട്ട് പോലും ഇസ്ലാമിന്റെ ഒരു നിയമത്തെ കളിയാക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്താണ്? ഈമാനിന്റെ ശേഷം കാഫിറായി പോകും. എന്ത്? ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു സ്ഥിരപ്പെട്ട നിയമത്തെ ഒരാള് കളിയാക്കിയാൽ മതി, ഒന്ന് പരിഹസിച്ചാൽ മതി, ഇസ്ലാം നിന്ന് പുറത്തു പോകും. അള്ളാഹു അത്തരം വൈകല്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ ശരിയാവാതെ നോമ്പ് ശരിയാവില്ല. കാരണം ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആയത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആരോടാ അള്ളാഹു പറയുന്നത്? എല്ലാരോടും യാ അയ്യുഹന്നാസ് എന്നാ പറഞ്ഞത്. ജനങ്ങളെ നിങ്ങൾ നോമ്പെടുക്കണേ എന്നാ പറഞ്ഞത്? അല്ല. അള്ളാഹു വിളിച്ച വിളി തന്നെ സ്നേഹത്തോടെ. എന്താ വിളിച്ചത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ വിശ്വാസികളെ, കണ്ടോ? ഓ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ. അപ്പൊ മുഅ്മിനീങ്ങളൊക്കെ കണ്ണും കാതും കൽബും കൊടുക്കുന്നു. മുഅ്മിനീങ്ങളോടാ വർത്താനം, അല്ലാത്തവരോട് വർത്താനല്ല. കാരണം അല്ലാത്തവർ നോമ്പെടുത്തിട്ട് എനിക്ക് വേണ്ട, മുഅ്മിനല്ലാത്തവന്റെ നോമ്പ് എനിക്ക് വേണ്ട, അവന്റെ നോമ്പ് കൊണ്ടത് പ്രയോജനം, കാഫിറിന്റെ ഒരമലും എനിക്ക് വേണ്ട. അതുകൊണ്ട് അല്ലാഹു വിളിക്കുകയാണ് വിശ്വാസികളെ. അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കണം, അള്ളാന്റെ ആ വിളിക്ക് ഞാൻ യോഗ്യനാണോ? നോമ്പെടുക്കുന്നതിന്റെ മുമ്പ് ആലോചിക്കണം. അല്ലാഹു പറഞ്ഞിട്ടുള്ളത് മുഅ്മിനുകളെ
കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിയമമാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്താനല്ല. 16 മണിക്കൂർ നിങ്ങൾ ദാഹിച്ച് വരണ്ട് ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ, തൊഴിൽശാലകളിൽ, മറ്റിടങ്ങളിൽ നിങ്ങൾ വിയർത്തൊലിച്ച് നിങ്ങളെ ഒന്ന് കഷ്ടപ്പെടുത്താനല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ള മനുഷ്യരാകാൻ വേണ്ടി. ഭക്തി ഉണ്ടാവാനാ നോമ്പ്. മുഅ്മിനീങ്ങളെ കണ്ടോ? അപ്പൊ നോമ്പിന്റെ മുമ്പെന്നെ അള്ളാഹ് പറയുന്നത് എന്താണ്? ഈമാനാണ് ആദ്യം പറയുന്നത്. എന്നിട്ടാണ് എന്ത് വേണ്ടത്? നോമ്പെടുക്കേണ്ടത്. ഈ നോമ്പെടുത്തതിന്റെ ശേഷം എന്താ വേണ്ടത്? തഖ്വ. നോമ്പെടുത്താ പിന്നെ തഖ്വ വേണം. നോമ്പെടുക്കുന്നത് എന്തിനാ? തഖ്വക്ക് വേണ്ടിയാണ്. എങ്ങനെ തഖ്വ ഉണ്ടാകുക? പട്ടിണി കിടന്നാ തഖ്വ ഉണ്ടാകുമോ? സഹോദരന്മാരെ ആലോചിക്കാം. ഒരാൾ കുറെ 10ഉം 15ഉം, ഈ 15 24 മണിക്കൂർ വേണ്ട 48 മണിക്കൂർ ഒരാൾ നിരാഹാരം കിടന്നു, തഖ്വ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കലക്ടറേറ്റിന്റെ മുമ്പിലും പാർലമെന്റിന്റെ മുമ്പിലും നിയമസഭയുടെ മുമ്പിലും ഒക്കെ നിരാഹാരം കിടക്കുന്ന ആളുകൾ നാരങ്ങ നീരും കുടിച്ച് നിരാഹാരം കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർ പരമശുദ്ധന്മാരായി മാറേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ നിരാഹാരം കൊണ്ട് തഖ്വയൊന്നും ഉണ്ടാവൂല. പിന്നെ എന്താണ് റബ്ബ് പറയുന്ന തഖ്വ? അത്തഖ്വ ഹുനാ, തഖ്വ ഇവിടെയാണ്. അശാറ ഇലാ സദ്രിഹി, അവിടുത്തെ നെഞ്ചകത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. അത്തഖ്വ ഹുനാ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. അവിടെയാണ് നന്നാവണം, ക്ലിയർ ആവണം. അവിടുന്ന് കുഫറാണ് പോകും, ശിർക്കാണ് പോകും, അസൂയ പോകും, അഹന്ത പോകും, കിബർ പോകും, ദുരഭിമാനം പോകും, മറ്റുള്ളവനോടുള്ള പക പോകും, വിദ്വേഷം പോകും, പലതും പോകും. ജീവിതം ക്ലിയർ ആകും. അതെങ്ങനെ നോമ്പ് കൊണ്ട് കിട്ടാനാണ് പിന്നത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോമ്പുകാരോട്, നോമ്പുകാരെ നിങ്ങൾ വല്ലാത്ത കൺട്രോൾ ഉള്ളവരാകണം. എങ്ങനെയാ കൺട്രോൾ? എങ്ങനെയാ കൺട്രോൾ? ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫസ് വലാ യസ്ഖബ്, നിങ്ങളിൽ ഒരാൾ നോമ്പിന്റെ ദിവസത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനാവശ്യ ഭാഷണങ്ങളിൽ ഏർപ്പെടരുത്, കലമ്പരുത്, ബഹളം കൂട്ടരുത്, വെറുതെ ഒച്ച വെച്ച് സംസാരിക്കരുത്, ദേഷ്യം പിടിക്കരുത്. നല്ല കൺട്രോളിൽ നിൽക്കണം. അങ്ങനെ നിങ്ങൾ നല്ല കൺട്രോളിൽ നിൽക്കുകയാണ്. റമദാനൊക്കെ തുടങ്ങി നോമ്പെടുത്ത് വളരെ സൂക്ഷ്മതയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ഹറാമൊന്നും ചെയ്യുന്നില്ല, പറയുന്നില്ല, ദേഷ്യം പിടിക്കുന്നില്ല. ഉഷാറായി പരമ പരിശുദ്ധമായ നിലക്കുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളോട് ഒരാൾ വന്ന് നിങ്ങളെ ചിരി തോണ്ടുകയാണ്. ചിരി തോണ്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിരി തോണ്ടിക്കൊണ്ടെന്നില്ല. ചിരി തോണ്ടൊരു ജാതി വർത്താനം എന്ന് പറയും. അയാളെ വർത്താനം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ ചൂടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോമ്പിൽ നല്ല തഖ്വയോടങ്ങനെ നോമ്പെടുക്കുകയാണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് വല്ല വർത്താനവും പറയാൻ വന്നാൽ അപ്പോഴും കൺട്രോൾ വിടരുതേ. ഫൽയഖുൽ, അപ്പോഴും ആത്മസംയമനം പാലിക്കണം. എന്ത് പറഞ്ഞിട്ട് പാലിക്കണം? ഇന്നിംറുഉൻ സായിമുൻ, ഇന്നിംറുഉൻ സായിമുൻ. ഞാനൊരു നോമ്പുകാരനാണ്, എനിക്ക് നോമ്പാ സുഹൃത്തെ. നിങ്ങളിപ്പോ സംസാരിക്കല്ലേ, നിങ്ങൾ ദേഷ്യം പിടിക്കല്ലേ. ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് എനിക്കിപ്പൊ നോമ്പാണ്, നോമ്പ് പറഞ്ഞിട്ട് കാണിച്ചു തരാം. അതല്ല ഇതിന്റെ ഉദ്ദേശം, അതല്ല. ഇത് കാലാകാലത്തേക്കുള്ള നിയമമാണ്. പല ആളുകളും വിചാരിച്ച് ഇപ്പൊ എനിക്ക് നോമ്പാണ്, ഒരു 7 മണി ഞാൻ കഴിയട്ടെ, കണക്കിന് ഞാൻ നിനക്ക് തരുന്നുണ്ട്. അത് ഇതിൽപ്പെട്ടതല്ല. റമദാനിലുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്, നോമ്പ് എന്ന് പറയുന്നത് ആമാശയത്തിലേക്ക് അൽ ഇംസാഖ്. ഇവിടെ നോമ്പിന്റെ അഹ്കാമുകൾ ബഹുമാന്യനായ ഉമർ ഫൈലി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അഹ്കാമുകളിൽ ഭക്ഷണം ആമാശയത്തിലേക്ക് ഇറക്കി വെള്ളം ഇറക്കിയാൽ നോമ്പ് മുറിയും, തർക്കമൊന്നുമില്ല. പക്ഷെ ഇംസാക്ക് എന്ന് പറഞ്ഞാൽ വെറും അനിത്വാമി വശറാബ്, ഭക്ഷണവും പാനീയങ്ങളിൽ നിന്ന് മാത്രം പിടിച്ചു നിൽക്കൽ മാത്രമല്ല നോമ്പിന്റെ നിബന്ധന. പിന്നെന്താ? ആമാശയത്തിന് മാത്രമല്ല നോമ്പ്, കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്, കൈക്ക് നോമ്പുണ്ട്, കാലിന് നോമ്പുണ്ട്, ബോഡിക്ക് മുഴുവനും നോമ്പുണ്ട്. എല്ലാത്തിനും നോമ്പുണ്ട്, എല്ലാത്തിനും നോമ്പുണ്ട്. അതാണ് ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത. എന്താണ് ഈ മാസം? ഷഹ്റു സബറാണ്, സബറിന്റെ മാസമാണ്, സഹനത്തിന്റെ മാസമാണ്. സഹനം എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യത്തിൽ വേണം?
ക്ഷമ, സഹനം എന്നൊക്കെ പറയുന്നത് സുഹൃത്തുക്കളെ എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രമല്ല ക്ഷമിക്കേണ്ടത്. ക്ഷമ, സഹനം എന്നൊക്കെ പറയുന്നത് 2-3 ഘട്ടത്തിൽ വേണം. ഒന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. 5 നേരം നിസ്കരിക്കും, ഞാൻ നിസ്കരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ഒരു നേരം മുടങ്ങാതെ പള്ളിയിൽ എത്തിപ്പെടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സഹനമുള്ളവർക്കേ കഴിയുള്ളൂ. രാത്രി നിസ്കാരം വലിയ പുണ്യാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നല്ല സഹനശേഷി ഉള്ളവർക്കേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുള്ളൂ. 5 നേരം നിസ്കരിക്കുന്നവർക്ക് തന്നെ സുബഹി ജമാഅത്തിന് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല സഹനം വേണം. പ്രത്യേകിച്ച് ഇപ്പൊ ഖത്തറിൽ വന്നു നോക്കുമ്പോൾ ഫജ്റിന്റെ സമയം കണ്ടത് 3:12 നല്ല സഹനം വേണം. കാരണം രാത്രി വൈകിട്ടാണ് ഉറങ്ങുന്നത്, പിന്നെ എഴുന്നേറ്റിട്ട് പള്ളിയിലും എത്തണ്ടേ. നല്ല സഹനം വേണം. 5 നേരം നിസ്കാരത്തിന് സഹനം വേണം. നോമ്പെടുക്കണമെങ്കിൽ നല്ല സഹനം വേണം. എന്തിനും സഹനം വേണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും വലിയ സഹനം വേണം. അതാ വല്ലാത്തൊരു സഹനം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ. അതെന്താ? കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ മിന്നിമറയുകയാണ്, കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചകൾ ഇങ്ങനെ താൻ താമസിക്കുന്ന റൂമിലും തന്റേതായ സ്വകാര്യതയുടെ റൂമിലും തന്റെ മുന്നിലുള്ള ലാപ്ടോപ്പിലും തന്റെ കൈകളിലുള്ള മൊബൈലുകളിലും കണ്ണിന് വലിയ ആനന്ദം പകരുന്ന കാഴ്ചകൾ ഇങ്ങനെ മിന്നിമറയുമ്പോ ആരാരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ആരും എന്നെ കാണുന്നില്ല. ഇനി ആരെങ്കിലും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ റൂമിലടച്ചോ, വാതിലിന്റെ കുറ്റിയിട്ടു. വേണമെങ്കിൽ പുറത്തേക്കൊരു വോയിസും വരാതിരിക്കാൻ ഫാനൊന്ന് സ്പീഡ് കൂട്ടി. അങ്ങനെ ഞാനിതാ തെറ്റിന്റെ ലോകത്തേക്ക് മൗസ് ചലിപ്പിക്കുന്നു, വിരൽ ഞൊടിക്കുന്നു. അനാവശ്യമായ സൈറ്റുകളിലേക്ക് ഞാൻ എന്റെ കണ്ണ് വായിക്കുന്നു, എന്റെ കാത് കൊടുക്കുന്നു, എന്റെ കൽബ് പകുത്തു കൊടുക്കുന്നു. വല്ലാത്ത ക്ഷമ വേണ്ട ഒരു ലോകമാണത്. വല്ലാത്തൊരു ലോകത്തല്ലേ, ദുനിയാവിലല്ലേ സഹോദര സഹോദരി നമ്മളിന്ന് കഴിച്ചു കൂട്ടുന്നത്. വല്ലാത്തൊരു ലോകത്തായിരുന്നു കഴിച്ചു. ഇത്രത്തോളം ഹറാമ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ലോകം, ഹറാമ് ചെയ്യാൻ ഒരാളെയും പേടിക്കേണ്ടതില്ലാത്ത ഒരു ലോകം മുമ്പ് കാലത്തൊന്നും കഴിഞ്ഞു പോയിട്ടില്ലെന്ന് വേണം കരുതാൻ. ഇന്നാർക്ക് ആരെയാണ് ഭയപ്പെടേണ്ടത്? ഓരോരുത്തരുടെയും കൈകളിൽ കൊണ്ട് നടക്കുന്ന മൊബൈലും അവനവന്റെ സ്വകാര്യതയുടെ മേഖലയിലും ആ തിന്മ ചെയ്യാൻ മനസ്സിങ്ങനെ കൊതിക്കുമ്പോ അരുത് സഹോദരാ. ഇന്നല്ലാഹ കാന, നിശ്ചയമായും റബ്ബദാ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, അല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനൊക്കെ അല്ലാഹു സാക്ഷിയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിങ്ങൾക്ക് മുമ്പിൽ നിരീക്ഷകനായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉറങ്ങി, ഉമ്മയുറങ്ങി, ഉപ്പയുറങ്ങി, സഹപ്രവർത്തകന്മാരുറങ്ങി, ആരും എന്നെ ശ്രദ്ധിക്കാനില്ല. ഞാൻ എന്റെ റൂമിൽ, ഞാൻ എന്റെ ലോകത്ത് ഒറ്റക്കാണെന്ന് നീ വിചാരിക്കണ്ട. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ എവിടെയാണെങ്കിലും ഒറ്റക്ക് ഒഴിഞ്ഞിരിക്കുന്ന നേരത്ത് ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന് പറഞ്ഞു പോകല്ല. ഒറ്റക്കാന്ന് പറഞ്ഞു പോകല്ല. എന്റെ ചെറുപ്പക്കാരെ, എന്റെ സഹോദരന്മാരെ, നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന നമ്മുടെ ഓഫീസ്, നമ്മൾ താമസിക്കുന്ന നമ്മുടെ റൂം, നമ്മുടേതായ സ്വകാര്യതയുടെ നിമിഷങ്ങൾ ആരാരും നമ്മെ കാണുന്നില്ലെന്ന് നമ്മൾ വിചാരിച്ച് ആസ്വദിക്കുന്ന ആസ്വാദനത്തിന്റെ നിമിഷങ്ങൾ, ആ സമയത്തൊരു വല്ലാത്ത സബർ വേണം. എന്തിനും അരുത്, അരുത്. എന്റെ റബ്ബ് കാണുന്നു, എന്റെ റബ്ബ് കേൾക്കുന്നു, എന്റെ റബ്ബ് അറിയുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിലെ ക്ഷമാലുക്കളുടെ മുഴുവനും നേതാവായിട്ട് ഈ രംഗത്ത് ഒന്നാമതായി അറിയപ്പെടുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഓ പ്രവാസികളെ, ചെറുപ്പക്കാരെ, സ്വദേശം വിട്ട് വിദേശത്ത് വന്ന് ജോലി ചെയ്ത് നാട്ടുകാരെയും കുടുംബങ്ങളെയും ആരെയും ഭയപ്പെടേണ്ടതില്ലാതെ സ്വതന്ത്രമായ രൂപത്തിലുള്ള ജീവിതത്തിന് റബ്ബ് ചാൻസ് തന്നിട്ടുള്ള പ്രവാസി
വിശ്വാസികളെ, യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മഹാനായ പ്രവാചകൻ എത്തിപ്പെട്ട കൊട്ടാരത്തിന് സുന്ദരിയായ രാജ്ഞിയാണ് തിന്മയിലേക്ക് വിളിക്കുന്നത്. വിദേശിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ബാപ്പ യാക്കൂബ് നബി നാട്ടിലാണ്, സഹോദരന്മാര് നാട്ടിലാണ്, ആരും അറിയുന്നവരില്ല. തികച്ചും പ്രവാസിയാണ്, വിദേശിയാണ്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ സുന്ദരിയായ പെണ്ണ്, കൊട്ടാരത്തിലെ പെണ്ണ് വിളിക്കുകയാണ്, തിന്മയിലേക്ക് വാ, ഹൈത്തലക് ഹൈത്തലക്, വാ വാ യൂസുഫേ, നമുക്ക് ഒരുമിച്ച് ശയിക്കാം. ഖാല മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം, അല്ലാഹുവിൽ അഭയം, ഞാനത് ചെയ്യൂല, ഞാനത് ചെയ്യൂല. ആരും കണ്ടിട്ടല്ല സഹോദര, ആരും കണ്ടിട്ടല്ല, ആരും അറിഞ്ഞിട്ടില്ല. ആര് കേസ് കൊടുക്കാനാ? കൊട്ടാരത്തിലെ രാജ്ഞി തന്നെയാ വിളിക്കുന്നത്. അധികാരമുള്ള പെണ്ണാ വിളിക്കുന്നത്, തെരുവേശയല്ല വിളിക്കുന്നത്, സുന്ദരിയും കുലമഹിമയുമുള്ള പെണ്ണാ വിളിക്കുന്നത്. അനുസരിച്ചില്ലെങ്കിൽ ജയിലാണെന്നാ പറയുന്നത്. ആ സമയത്തും മഹാനായ യൂസുഫ് നബി റബ്ബിനോട് തേടുകയാണ്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. റബ്ബേ, ഈ പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ എന്നെ ജയിലിലടക്കുമെന്നാണ് പറയുന്നത്. അവിഹിതമായ ഒരു വീഴ്ചക്ക്, വ്യഭിചാരത്തിലേക്ക് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ കൽത്തുറുങ്കാണെന്നാ പറയുന്നത്. പക്ഷേ എന്റെ റബ്ബേ, ഈ നിന്റെ അടിമയായ യൂസുഫിന് ജയിലാണ് ഏറ്റവും ഇഷ്ടം. ഈ പെണ്ണുങ്ങൾ ക്ഷണിക്കുന്ന തിന്മയെക്കാളും ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ എന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം നാളെ മഹ്ശറിലെ തണലിൽ, നാളെ മഹ്ശറിലെ വെന്തുരുകുന്ന ചൂടിൽ അള്ളാഹു ചില ആളുകൾക്ക് തണൽ കൊടുക്കും. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. മൊബൈലിലെ തോന്നിവാസങ്ങളിലേക്ക് കണ്ണയക്കുമ്പോൾ, പലരും സെൻഡ് ചെയ്യുമ്പോൾ, പലരും ഫേസ്ബുക്കിലൂടെ ഷെയർ തന്ന് ഇത് കാണാതെ പോകരുതെന്ന് പറഞ്ഞ് നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണേ, 1000 വട്ടം ചിന്തിക്കണേ, എനിക്കത് കാണാൻ പറ്റുമോ? എനിക്കത് കാണാൻ പറ്റുമോ? എനിക്ക് മഹ്ശറിലെ ചൂട് സഹിക്കാൻ പറ്റുമോ? ചൂട് സഹിക്കാഞ്ഞിട്ടല്ലേ ഞാൻ പള്ളിയിലേക്കും വാഹനത്തിലേക്കും റൂമിലേക്കും ഓടിക്കയറുന്നത്? ദുന്യാവിലെ ചൂട്, ലക്ഷങ്ങൾക്കാതും കിലോമീറ്ററുകൾക്ക് അപ്പുറം കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാതെ ഞാനിവിടെ വിറളി പൂണ്ടത് നടക്കുമ്പോ, പടച്ചറബ്ബേ, 1 മീലോളം ദൂരെ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ എനിക്ക് അവിടെ രക്ഷപ്പെടണം. അരുത്, ഇല്ല, ഞാനിത് കാണൂല, ഞാനിത് ഷെയർ ചെയ്യൂല, വേണ്ട, എനിക്കിത് വേണ്ട. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ടീനേജ് പ്രായക്കാരായ ചെറുപ്പക്കാരികളെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ, യുവതികളെ, നമുക്ക് കഴിയണം എന്ത് പറഞ്ഞു മാറാൻ. അല്ലാഹ് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അവർക്ക് നാളെ പരലോകത്ത് തണലുണ്ട് സുഹൃത്തുക്കളെ. റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാത മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരാൾക്ക് നാളെ പരലോകത്ത് തണലുണ്ട്. എന്തായുള്ള പ്രത്യേകത? ദഅതുഹു, അയാളെ വിളിച്ചു, ഇംറഅത്തുൻ, ഒരു പെണ്ണ്, ദാത്തു മൻസിബിൻ, നല്ല പദവിയുള്ള പെണ്ണ്, വജമാലിൻ, നല്ല സൗന്ദര്യമുള്ള പെണ്ണ്. തിന്മയിലേക്ക് വിളിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. അത് പറയാനുള്ള ഒരു സബർ നോമ്പിലൂടെ കിട്ടും, നോമ്പിലൂടെ കിട്ടണം. നോമ്പുകാലമായ എന്താ പ്രത്യേകത? ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് എന്താ റമദാന്റെ പ്രത്യേകത? റമദാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉച്ചക്കുള്ള ചോറ് ഒരു 5 മണിക്കൂർ ഇപ്പുറത്ത് കഴിക്കും. ഉച്ചഭക്ഷണം ഒരു 5 മണിക്കൂർ ബേക്കോട്ട് പിന്നോട്ടാക്കും എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കഴിക്കും, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ്. രാത്രിക്കലത്തെ ഭക്ഷണം അത് നോമ്പുറക്കുമ്പോൾ ഒന്നാകനടിക്കും. പിന്നെന്താണ്? ഡ്യൂട്ടി സമയം കുറച്ച് എളുപ്പം കിട്ടും, കുറെ ഉറങ്ങ. ബാക്കി ആ മാസത്തിൽ, മുമ്പ് മാസത്തിൽ നടന്നിരുന്ന പരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ട്. സിനിമ കാണും, സീരിയൽ കാണും, മ്യൂസിക് കേൾക്കും. എന്താ ഈ സിനിമയും സീരിയലും മ്യൂസിക്കും ഒക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് പാടില്ല, അത് പാടില്ല. ഇതൊക്കെ അനുവദനീയാന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വരും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ വളരെ ജാഗ്രതയിലിരിക്കണം. എന്താ? സംഗീതോപകരണങ്ങൾ ഹലാലാണെന്ന് പറയുന്ന വിഭാഗം വരിക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് ഓർക്കുക, മൊബൈലിലാണെങ്കിലും ഒന്നിലാണെങ്കിലും നമ്മൾ ഈ സംഗീതം കേൾക്കരുത്. ഈ മ്യൂസിക് നമുക്ക് അനുവദനീയമല്ല. സഹോദരന്മാരെ, അള്ള തന്നതാണ് നമ്മുടെ കാതുകൾക്ക് നോമ്പുണ്ട്, കണ്ണിന് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്. നോമ്പ് കാലം ഇങ്ങനെ വർത്താനം പറഞ്ഞ് നേരം കളഞ്ഞ് പലതും കണ്ട് പലതും കേട്ട് ഇങ്ങനെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ വാർത്ത കണ്ട് കുറെ ന്യൂസ് പേപ്പർ വായിച്ചു. അപ്പോഴും അള്ളാന്റെ കലാമൊന്ന് പാരായണം ചെയ്തില്ല, അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്തില്ല. മറിച്ച് നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ പലതിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തി. സഹോദരിമാരാണെങ്കിൽ ദുഹറായി കഴിഞ്ഞാൽ അടുക്കളയിൽ ബിസിയാണ്. ഒരു 100 കൂട്ടം പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്റെ വീട്ടിലുള്ള നോമ്പുതറക്ക് വേണ്ടിയതാ പെണ്ണുങ്ങൾ ബിസിയാവുകയാണ്. സ്ത്രീകളും ശ്രദ്ധിക്കണം, ആ സ്ത്രീകൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന പുരുഷന്മാരും ശ്രദ്ധിക്കണം. റമദാനിലെങ്കിലും അവർക്കും വേണം ഒരൊഴിവ്. കുറച്ച് പലഹാരത്തിന്റെ എണ്ണ ഒന്ന് കുറക്കുക, കുറച്ച് കരിച്ചതും പൊരിച്ചതും ഒക്കെ ഒന്ന് കുറക്കുക. അവരും വിവാദത്തെടുക്കട്ടെ, അവരും സ്വർഗത്തിൽ വരണ്ടേ, കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോണ്ടേ. അവർക്കും വിവാദത്തിന് അവസരം കിട്ടണം, അവർക്കും നിസ്കാരത്തിന് അവസരം കിട്ടണം, അവർക്കും ഖുർആൻ ഓതാൻ അവസരം കിട്ടണം, അവർക്കും തറാവീഹ് ഉന്മേഷത്തോടെ നിസ്കരിക്കാൻ അവസരം കിട്ടണം. അവരിങ്ങനെ അടുക്കളയിൽ നിന്ന് ക്ഷീണിച്ചു പിന്നെ തറാവീഹ് നിസ്കരിക്കുമ്പോ കോട്ടുവായിട്ട് ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന ചിന്തയോടെ നിന്നാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? സഹോദരന്മാരെ, ഇവിടെ നമ്മളൊരു കൺട്രോൾ വരുത്തണം. ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ റമദാനാകുമ്പോൾ ഒരു സബർ കുറച്ചൊന്ന് കുറയ്ക്കുക. ആ രൂപത്തിലുള്ളൊരു മാറ്റം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക. എല്ലാത്തിനും സഹനത്തിന്റെ മാസമാണ്. സംസാരം കൺട്രോൾ ചെയ്യുക, അരുതാത്തത് കാണരുത്, കേൾക്കരുത്, പറയരുത്. അള്ളാഹുവിനോട് നിരന്തരമായി വിശുദ്ധമായ ഗ്രന്ഥത്തോടുള്ള അടുപ്പം. ഖുർആൻ ഇറങ്ങിയ മാസല്ലേ, എങ്ങനെയാ നമ്മൾ അതിനോട് കൂറുപാലിക്കേണ്ടത്? ഒന്നാമതായി സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ മനസ്സിൽ വേണം, ഈ ഗ്രന്ഥം വല്ലാത്തൊരു ഗ്രന്ഥാണ്. അത് ആദ്യം നമ്മൾ അതിനോടുള്ള കടമ എന്താ? അത് തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കലാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും ഞാനൊന്ന് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ചോദിക്കുക ഈ അവസരത്തിൽ, എനിക്ക് അള്ളാഹുവിന്റെ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ അറിയുമോ? ഒന്നാമത്തെ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ മതി. അറിയുന്ന ധാരാളം ആളുകളുണ്ടാകും, അള്ളാഹു അവരുടെ ഇൽമ ഇനിയും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അറിയാത്ത സഹോദരങ്ങൾ ഉണ്ടാകും, നിങ്ങൾ പഠിക്കണം. നമുക്ക് അള്ളാഹു ഇൽമ തരും. തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ പഠിക്കണം, തെറ്റിയിട്ടോതരുത്, തെറ്റുകൂടാതെ ഇത് വായിക്കാൻ പഠിക്കുക. ഈ വരുന്ന വിശുദ്ധ മാസം, പരിശുദ്ധ റമദാനിന്റെ ആ മാസം, പരിശുദ്ധ ഖുർആനിന്റെ അവതരണോദ്ഘാടനം നിർവഹിക്കപ്പെട്ട മാസം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തായ ഒരു രാത്രിയിലാണ് നാം ആ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഏതാണ് ആ മുബാറക്കത്തായ രാത്രി? ശഅബാൻ 15 രാത്രിയാണ് ചില ആളുകൾ പറഞ്ഞുപോയി, ശരിയല്ല. അതുകൊണ്ട് ചില ആൾക്കാർ ബറാത്ത് എന്ന് പറഞ്ഞിട്ട് നോമ്പെടുത്തു, ശരിയല്ല. ബറാത്ത് നിസ്കാരം എന്നിട്ട് നിസ്കരിച്ചു, ശരിയല്ല. അന്ന് ചില പ്രത്യേകമായ യാസീനോദി ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. ഒരേ അവസരത്തിൽ ലൈലത്തുൽ മുബാറക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദറാണ്. അത് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ ഖുർആനിന്റെ അവതരണോദ്ഘാടനം നടന്ന മാസം. ആ മാസത്തിൽ ഇങ്ങനെ ഖുർആൻ പാരായണം പഠിക്കുക. പാരായണം മാത്രമല്ല, കഴിയുന്നത്ര ഹിഫ്ളാക്കണം. കുറഞ്ഞ സൂറത്തുകളാണെങ്കിലും നമ്മുടെ ഖൽബിൽ ഖുർആനിന് ഇടം കൊടുക്കണം. എത്രത്തോളം ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നുവോ അത്രത്തോളം അവിടെയുള്ള ഇരുട്ടുകൾ മാറി മാറിപ്പോകും. കാരണം ഈ ഗ്രന്ഥം പ്രകാശമാണ്, ഈ ഗ്രന്ഥം നൂറാണ്. പ്രകാശം വരുന്നിടത്ത് നിന്ന് ഇരുട്ടുകൾ അങ്ങ് ഓടിപ്പോയേക്കും. അതുകൊണ്ട് ഇരുട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കഴിയുന്നത്ര അങ്ങനെ കൽബിൽ കയറ്റണം. ചെറിയ ചെറിയ സൂറത്തുകൾ മുഖേന മനഃപ്പാഠമാക്കുക, അവിടെ മുതൽക്ക് മനഃപ്പാഠമാക്കി തുടങ്ങുക. എത്രയാണോ കഴിയുന്നത് പഠിച്ചത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. തീർന്നില്ല സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഗ്രന്ഥത്തോടുള്ള കടമ അവസാനിച്ചില്ല. മൂന്നാമത്തെ ബാധ്യത, അതിന്റെ അർത്ഥം ഗ്രഹിക്കണം. ഓതാൻ പഠിച്ചോ, ഹിഫ്ളാക്കി, പക്ഷേ അർത്ഥമറിയില്ല, ആശയമറിയില്ല, പൂർണ്ണമാവില്ല നമ്മുടെ കടമ. അതുകൊണ്ട് അർത്ഥവും ആശയവും പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും പഠിപ്പിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം.
അപ്പോഴേ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷിക്കാനും നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കരയാനും കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോഴുള്ള പ്രത്യേകത സഹാബിമാര് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയോ? നബിതങ്ങൾ ഖുർആൻ ഓതുമ്പോഴുള്ള പ്രത്യേകത, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും അല്ലാഹുവിന്റെ റസൂൽ ഓതുമ്പോ, ഇദാ മർറ ബിആയത്തി റഹ്മത്തിൻ, അള്ളാന്റെ കാരുണ്യത്തെ സംബന്ധിച്ചു പറയുന്ന ആയത്തുകളിലൂടെ അവിടുത്തെ പാരായണം കടന്നു പോകുമ്പോൾ ഓത്തു നിർത്തിവെച്ചിട്ട് ആ കാരുണ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ആയത്തുകൾ പറയുന്ന ആയത്തുകളിലൂടെ പാരായണം കടന്നു പോകുമ്പോൾ ഓത്തു നിർത്തിവെച്ചിട്ട് ആ ശിക്ഷകളിൽ നിന്ന് അള്ളാഹുവേ നീ എനിക്ക് അഭയം തരണേ എന്ന് റബ്ബിനോട് കാവൽ ചോദിക്കും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ സുഹൃത്തുക്കളെ, സഹോദര സഹോദരി? നമുക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? നമ്മൾ ഖുർആൻ ഓതുമ്പോ ഇടയ്ക്ക് നമ്മൾ നിർത്തുന്നു, ദുആ ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ. എങ്ങനെയത് ഉണ്ടാവുക? അള്ളാന്റെ കാരുണ്യം പറയുമ്പോ അപ്പൊ നമുക്ക് മനസ്സിലാവണം, അപ്പൊ അള്ളാന്റെ കാരുണ്യത്തെ പറ്റിയായി പറയുന്നത്. അള്ളാന്റെ ശിക്ഷ പറയുമ്പോൾ ഇത് ശിക്ഷ നരകത്തെ പറ്റിയാ പറയുന്നത് മനസ്സിലാവണ്ടേ? അത് മനസ്സിലാകണമെങ്കിൽ അർത്ഥം മനസ്സിലാക്കണം. അതുകൊണ്ട് അർത്ഥം പഠിക്കണേ, ആശയം പഠിക്കണേ. അതുകൊണ്ടും തീർന്നില്ല, ചിന്തിക്കണേ. ചിന്തിക്കാനാണ് ഖുർആൻ, ചിന്തിക്കാനാണ് ഖുർആൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അതിനെ അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എന്താ ആയത്തിൽ പറഞ്ഞെന്ന് മനസ്സിലാവണ്ടേ? ആയത്തിൽ പറഞ്ഞ കാര്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ചിന്തിക്കണം. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരാൾ ഖുർആൻ ഓതി മനഃപ്പാഠമാക്കി അർത്ഥവും ആശയവും പഠിച്ചു, ചിന്തിച്ചു, പക്ഷെ അമലൊന്നും ചെയ്യൂല, ഒരു കാര്യമില്ല. അഞ്ചാമത്തതാണ് പ്രധാനം, ഖുർആനിനോടുള്ള ഏറ്റവും വലിയ കടമ അത് തന്റെ ജീവിതത്തിലുണ്ടാകണം. ഖുർആൻ ജീവിതത്തിലുണ്ടാകണം, നമ്മുടെ സ്വഭാവമാകണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചെന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ചോദിച്ചറിയാനാ ചെന്നത്. എന്തൊക്കെയായിരുന്നു അള്ളാന്റെ റസൂലിന്റെ അഖ്ലാഖ്, എന്തൊക്കെയായിരുന്നു അവിടുത്തെ സ്വഭാവങ്ങൾ? മഹദി വിശദീകരിക്കുകയാണെങ്കിൽ എത്ര വിശദീകരിക്കേണ്ടി വരും? വളരെ ബുദ്ധിമതിയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. ഒരൊറ്റ മറുപടിയാ കൊടുത്തത്, ഒരൊറ്റ മറുപടി. കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്താ പറഞ്ഞത്? ഖുർആനിൽ പറഞ്ഞതൊക്കെ അവിടുത്തെ ജീവിതത്തിലുണ്ട്. ഇതിനാ നമുക്ക് ഖുർആൻ ഇറക്കി തന്നത്. ഇതിനാണ് സുഹൃത്തുക്കളെ നമുക്ക് ഖുർആൻ ഇറക്കി തന്നത്. നമ്മൾ ഈ ഖുർആനിനെ സംബന്ധിച്ച് അറിയാതെ, എന്താ അതിൽ പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ ജീവിച്ച് മരിച്ചു പോവുകയാണ്. ഖുർആനിലെ ആശയങ്ങൾ അറിഞ്ഞുകൂടാ, മുസ്ലിമീങ്ങളോട് എങ്ങനെ വർത്തിക്കണം എന്നറിഞ്ഞുകൂടാ, അമുസ്ലിമീങ്ങളോട് എങ്ങനെ വർത്തിക്കണം എന്നറിഞ്ഞുകൂടാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴേക്ക് അവനെ അടിക്കാനും തൊഴിക്കാനും മാത്രമാണ് എന്റെ ഇസ്ലാമിന്റെ വിവരമെന്ന് വന്നാൽ, എനിക്ക് ഇസ്ലാമിനെ പറ്റി വല്ല വിവരവുമുണ്ടോ? ഇസ്ലാം എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടോ? അതിന് വിശുദ്ധ ഖുർആൻ മറ്റുള്ളവരോടും സഹജീവികളോടുമൊക്കെയുള്ള ഇടപെടലുകൾ എങ്ങനെ വേണമെന്ന് പറഞ്ഞത് ഞാൻ പഠിച്ചിട്ടുണ്ടോ? ഇസ്ലാം വിമർശിക്കുന്ന വിമർശകന്മാര് ഖുർആനിനെ വിമർശിക്കുമ്പോ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ് അവന്റെ നാവടക്കാൻ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്കിന്ന് വിജ്ഞാനമുണ്ടോ? ഇസ്ലാമിനെ ഒരുത്തനിങ്ങനെ തെറി പറയൽ, കുതിര കയറൽ, അവനോട് മറുപടി പറയണ്ടേ, അവന്റെ നാവടക്കണ്ടേ, അവന് ഇരുത്തണ്ടേ? എങ്ങനെ? ബോംബിട്ടിട്ടാ, വാളെടുത്ത് വെട്ടിയിട്ടാ, മുണ്ടം വരിയെടുത്ത് തല്ലിയിട്ടാ, കാലൊടിച്ചിട്ടാ, കൈയൊടിച്ചിട്ടാ? അല്ല, പറഞ്ഞു കൊടുക്കണം അവനോട്. എന്താടോ ഇസ്ലാം, എന്താ ഖുർആൻ, ആരാണ് അല്ലാഹ്, ആരാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഭീകരവാദിയാ, തീവ്രവാദിയാ? ആരാണ് ഹബീബ്? അവിടുത്തെ ഭാര്യമാർ ആരായിരുന്നു? ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പവർ എന്താണ്? ആരായിരുന്നു സഹാബത്ത്? അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമേ നിനക്ക് വിവരമുണ്ടോ? ഇൽമെന്ന ആയുധമേന്താൻ പ്രാപ്തിയുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നിങ്ങൾ അവരോട് ജിഹാദ് നടത്തൂ, അമ്പിച്ച ജിഹാദ്. ഷഹ്റുൽ ജിഹാദ റമളാൻ, ജിഹാദിന്റെ മാസമാണ്. ബദറിന്റെ വീരസ്മരണകൾ വരും.
ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടിയവർ, രക്തം കൊടുത്തവർ, ജീവൻ കൊടുത്തവർ, അത് പ്രത്യേക സന്ദർഭം, സാഹചര്യം. അതോടൊപ്പം മനസ്സിനെ പിടിച്ചു കെട്ടിയവർ, തിന്മകളിൽ നിന്ന് മാറി നിന്നവർ, നന്മയുടെ മുന്നണി പോരാളികൾ, സുദീർഘമായി ദീനിന്റെ പ്രബോധനം നയിച്ചവർ. നമ്മളെന്ത് ചെയ്തു? തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് തന്റെ കൂടെ ജോലി ചെയ്യുന്നവനോട് പോലും ഇസ്ലാം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സഹോദരന്മാരെ? ഈ ഇസ്ലാമിനെ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണ്ടേ? അതിന് നമുക്ക് ഇൽമു വേണ്ടേ? ഖുർആൻ അറിയണ്ടേ? ഹദീസ് അറിയണ്ടേ? അതുകൊണ്ട് പഠിക്കണം. ഖുർആനും ഹദീസും പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര്, എന്ത് വില കൊടുത്തും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഖുർആനും ഹദീസും പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആനും ഹദീസും ഇന്ന് ഇറങ്ങിയതല്ല. അത് ഇറങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. അത് സലഫു സ്വാലിഹികൾ, സ്വഹാബത്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി അത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ആ ഖുർആനും ഹദീസും എങ്ങനെയാണോ മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ മനസ്സിലാക്കി അന്നുള്ള വിശ്വാസങ്ങൾ ഇന്നും വിശ്വസിച്ച് അന്നുള്ള കാര്യങ്ങൾ ഇന്നും നിലനിർത്തിക്കൊണ്ട് ആര് മുന്നോട്ട് പോകുന്നുവോ അവർക്കേ വിജയിക്കാൻ കഴിയുള്ളൂ. എല്ലാവരൊന്നും വിജയിക്കൂല. ഞാനും ഖുർആന്റെ ആളാ, ഞാനും ഹദീസിന്റെ ആളാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്നും രക്ഷപ്പെടൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. യഹൂദികൾ 10-70 ടീമായി മാറി, നസറാനികൾ 71 അങ്ങനെയായി. അങ്ങനെ യഹൂദികൾ 71, ക്രിസ്ത്യാനികൾ 72മായി. എന്റെ സമുദായം 73 വിഭാഗമായി പിരിയും. അതിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഒന്ന് ഞങ്ങളാണ് എല്ലാവരും അവകാശപ്പെടുന്നു. അവകാശവാദങ്ങളൊക്കെ പരലോകത്ത് വെച്ച് എന്തായാലും തെളിയും. പക്ഷേ അതിന്റെ മുന്നോടിയായി ഓരോരുത്തർക്കും പരിശോധിക്കാൻ ഒരു പരിശോധനയുടെ മാനദണ്ഡം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെന്താ? ഞാനും എന്റെ സഹാബിമാരും ഇന്ന് നിലകൊള്ളുന്ന വിശ്വാസങ്ങളിലും കാര്യങ്ങളിലും ആരൊക്കെ നിലനിൽക്കുന്നുവോ അവരാണ് രക്ഷപ്പെട്ട വിഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ എന്ത് തർക്കം വരുമ്പോൾ ആട് മടക്കിയാൽ മതി. അന്നുണ്ടോ അങ്ങനെ പഠിക്കുക. അതിന് നല്ല ഇൽമു നേടും, നല്ല ഇൽമു നേടും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. ഇൽമു മതിയാകലില്ല സഹോദരന്മാരെ. ലോകം കണ്ട ഏറ്റവും വലിയ ആലിമല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളോട് വരെ അല്ലാഹു പറയുന്നത് വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഓ നബിയെ പറയണം, റബ്ബി എന്റെ രക്ഷിതാവേ, സിദ്നി ഇൽമാ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. അറിവ് വർദ്ധിപ്പിച്ചു തരാനാണ് നമ്മോട് പറയുന്നത്. അതിന് നമ്മൾ നല്ലൊരു സദസ്സിലേക്ക് വിളിച്ചാൽ മാത്രം നമുക്ക് ഒഴിവില്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയും, എന്തിനെല്ലാം വേണ്ടി. ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ ഏതൊക്കെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ മണിക്കൂറുകളാണ്. ഒരു പേജ് ഖുർആൻ ഓതുമ്പോഴേക്ക് നമുക്ക് കോട്ടുവായ വന്നു മടക്കി വെച്ചു. നമുക്ക് സമയമില്ല, ബിസിയാണ്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 3 എണ്ണം പറഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്റുകൾ ചൊല്ലുമ്പോഴേക്ക് ശൈത്താൻ തോന്നിപ്പിച്ചു. വാച്ചിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ തോന്നി തിരക്കാണ്, ഇറങ്ങിക്കോ. ഇറങ്ങി, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടോ പിന്നെ മണിക്കൂർ കണക്കിന് റോട്ടിൽ ഇങ്ങനെ ചിരിയിൽ നോക്കി നിൽക്കും നമ്മൾ. ശൈത്താന്റെ തിരക്കൊക്കെ കഴിഞ്ഞു. കാരണം ഈ സുബ്ഹാനല്ലാഹ് അവിടെ പോയി, അൽഹംദുലില്ലാഹ് പോയി കിട്ടി, അല്ലാഹു അക്ബർ പോയി കിട്ടി. നമ്മളെ അവസ്ഥയുണ്ട്. നല്ല കാര്യത്തിന് ഒരുങ്ങുമ്പോഴൊക്കെ ശൈത്താൻ എന്തെങ്കിലും ഒരു വിഘടം തോന്നിപ്പിക്കും. കാരണം നന്മയിൽ നിന്ന് മുടക്കാൻ, ആ നന്മയിൽ നിന്നൊരു മുടക്ക് കിട്ടാൻ. നിങ്ങൾ നോക്കൂ, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആലോചിക്കുമ്പോഴല്ലേ നമുക്കൊരു 100 കൂട്ടം സംശയം. എന്താ കാരണം? കൊടുക്കാതിരിക്കാൻ വല്ല വകുപ്പുണ്ടോന്നായി ചോദിക്കുന്നത്. ശൈത്താൻ പറയണത് സക്കാത്ത് കൊടുക്കേ. അത് വലിയ മാളും വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്നവർക്ക് പറഞ്ഞാലേ നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കുക. അത് വലിയ മുതലാളിമാർക്കല്ലേ. സഹോദരന്മാരെ ശരിക്കും ചിന്തിച്ചോളി. റമദാനാ വരുന്നത്. മനഃശുദ്ധി നേടേണ്ട മാസമാണ്. മനഃശുദ്ധി നേടണമെങ്കിൽ ധനശുദ്ധിയും വേണം. ധനം ശുദ്ധിയാവാതെ റമദാനിൽ ദുആന്റെ മാസല്ലേ റമദാൻ. നോമ്പിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു, അവസാനം പറഞ്ഞു. അതിന്റെ നടുക്ക് കൊണ്ടുപോയിട്ടാ. നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ, ഖുർആൻ ഓതുന്നവരല്ലേ, നിങ്ങൾ ഖുർആൻ ഒന്ന് പരിശോധിച്ച് നോക്കി. ദുആയുടെ പ്രാധാന്യം അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, ദുആയുടെ പ്രാധാന്യം പറയുന്നതിന്റെ മുമ്പും നോമ്പിനെ പറ്റിയാ പറയുന്നത്, ശേഷവും നോമ്പിനെ പറ്റിയാ പറയുന്നത്. അതിന്റെ നടുക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ആയത്ത് ഫിറ്റ് ചെയ്തത്. എന്തായത്ത്?
وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ, എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരോട് വളരെ അടുത്തവനാണ്. എന്നോട് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളി, ഞാൻ ഉത്തരം തരാം എന്ന് ഓഫർ പറയാണ് നോമ്പിന്റെ നിയമങ്ങൾ പറയുന്നത്. അപ്പൊ ദുആന്റെ മാസല്ലേ, എപ്പോഴും ദുആക്ക് ഇജാബത്തുണ്ട്. പക്ഷേ നോമ്പിന് പ്രത്യേകത ഉണ്ട്. പല സമയങ്ങളാണ്, വല്ലാത്ത മഹത്വമുള്ളൊരു മാസമാണ്. ആ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരിക്കൽ സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറയാണ്, പ്രവാചകരെ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ലെന്നൊരു തോന്നൽ, എന്താ വേണ്ടത്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദേ, ഭക്ഷണം നന്നാക്കിയാൽ ദുആക്ക് ഉത്തരം കിട്ടുന്നു. അപ്പൊ നല്ല പ്രോട്ടീനുള്ള, വൈറ്റമിൻസ് ഉള്ള ഫുഡ് കഴിച്ചാൽ ദുആക്ക് ഇജാബത്ത് കിട്ടും എന്നാ പറഞ്ഞത്? അല്ല, ഹലാല് കഴിക്കണം. ഹലാല് കഴിക്കാതെ റമദാനിലല്ല, ലൈലത്തുൽ ഖദർ ഉറപ്പുള്ള രാത്രിയിൽ പോലും നിങ്ങൾ യാ അല്ലാ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ അവരിങ്ങനെ പ്രാർത്ഥിക്കും, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്നിങ്ങനെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവനിങ്ങനെ ദുആ ചെയ്യും. മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിലൂടെ കിട്ടിയതാണ്, അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമിലൂടെ ഉടുത്തതാണ്, അവൻ കുടിക്കുന്ന പാനീയം ഹറാമിലൂടെ നേടിയതാണ്, അവന്റെ ജീവിതത്തിന്റെ വരുമാനം തന്നെയും ഹറാമിലൂടെയാണ്. പിന്നെ എങ്ങനെ അവന് ഉത്തരം കിട്ടാനാ? അപ്പൊ ദുആക്ക് ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹറാമ് തിന്നരുത്. എന്താ ഹറാമ് തിന്നരുത്? പന്നിമാംസം തിന്നരുത് എന്നല്ല, അത് വേറെ തന്നെ വേറെ. ആരാന്റെ ഹക്ക് എന്റെ മുതലിൽ കലർന്ന് കൂട്ടിക്കുഴച്ചിട്ട് ഞാൻ തിന്നാൽ എന്റെ വയറ് മലിനമായി. മറ്റൊരാൾക്ക് കൊടുക്കേണ്ട പൈസ അല്ലെങ്കിൽ വേറൊരുത്തന്റെ കാശ് എന്റെ മുതലിൽ ആരാന്റെ ഹക്ക് കലർന്നിട്ട് ഞാൻ അത് കൊടുത്തു വീട്ടാതെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൊടുത്തു വീട്ടണ്ടേ? എനിക്ക് ഞാൻ 10,000 രൂപ നിന്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ്, കാര്യമുണ്ടോ? ആ 10,000 കൊടുക്കണ്ടേ? ഇത് ആരാന്റെ ഹക്ക സുഹൃത്തുക്കളെ? സക്കാത്ത് എന്ന് പറഞ്ഞ ആളുകൾ വിചാരിച്ചു ചക്കാത്താത്. എന്ത് ചക്കാത്ത്? 27-ാം രാവ് മുതലാളി ഗേറ്റ് തുറന്നിടുന്നു. പ്രഭാതത്തിന്റെ എത്രയോ മുമ്പേ മുതലാളിയുടെ വീട്ടിന്റെ മുമ്പിൽ നെടുനീളം ക്യൂ രൂപപ്പെടുന്നു. മുതലാളി ചാരികസേരയിൽ ചാരിയിരിക്കുന്നു. സെർവന്റിന്റെ കയ്യിൽ 5-ന്റെയും 10-ന്റെയും നോട്ട് കൊടുക്കുന്നു. ആളുകൾ ഇങ്ങനെ വരുന്നു, കൈമടക്കുന്നു. മുതലാളി ഇങ്ങനെ ആശ്വാസത്തോടെ നോക്കി നെടുവീർപ്പിടുന്നു, സന്തോഷിക്കുന്നു. ക്ലീൻ സക്കാത്ത്. ഇതാണോ ഇസ്ലാമിലെ സക്കാത്ത്? ഇതാണോ ഇസ്ലാമിലെ സക്കാത്ത്? ഇത് മറ്റുള്ളവന്റെ അവകാശമല്ലേ? വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ ഹക്കുണ്ട്. ആരാന്റെ ഹക്കുണ്ട്? മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടേണ്ട ഹക്കാണ് സക്കാത്ത്. അത് കൊടുക്കാതെ ആരാന്റെ ഹക്ക് നിന്റെ മുതലിൽ തന്നെ ബാലൻസ്ഡ് വന്നാൽ നീ കഴിക്കുന്നത് ഹറാമിന്റെ മുതൽ തന്നെ. അതുകൊണ്ട് നല്ലോണം ഓർത്തോളി, റമദാനാ വരുന്നത്. റമദാന വരവേൽക്കുന്നതിന് മുമ്പ് എന്നെ കണക്കൊക്കെ നോക്കിക്കോളി. കണക്ക് നോക്കിക്കോളൂ. ശമ്പളത്തിന്റെ സക്കാത്ത് കണക്ക് കൂട്ടിക്കോളൂ. വാടകയുടെ സക്കാത്തും ചേർത്തോളൂ. പൊന്ന് ധരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, കണക്ക് നോക്കിക്കോളൂ. എത്ര കൊല്ലമായി ഉമ്മ, എത്ര കൊല്ലമായി പെങ്ങളെ ബോഡിയിൽ അണിയുന്നതും അണിയാത്തതും ബാങ്ക് ലോക്കറിൽ ഉള്ളതും അല്ലാത്തതുമൊക്കെ ആയിട്ട് പവൻ കണക്കിന് സ്വർണം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന പെങ്ങളെ, ഇതിൽ നിന്ന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ കൊടുത്തിട്ടുണ്ടോ? അത് പലപ്പോഴും പറയും, ആണുങ്ങളോട് ചോദിച്ചാൽ പറയും അതോളതാ. അവളുടെ ആങ്ങളൊക്കെ ഒരു തിരുമറിക്ക് കൊടുത്താൽ പറയും അതെ എന്റേതാ. നമ്മളൊരു ഇരട്ടത്താപ്പ് നോക്കണം. സക്കാത്ത് കൊടുക്കേണ്ട കാര്യം എന്താ മൗലവി ചെയ്യാറുണ്ട്? 100 പവനൊക്കെ ഉണ്ട്, ഓളെ ബാപ്പ കൊടുത്താൽ ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല. എവിടെ? ഇവൻ ഉള്ളിൽ കൂടെ ചോദിച്ചതിനു, അല്ലെങ്കിൽ ഇവന്റെ അമ്മാമനെ കൊണ്ട് ചോദിപ്പിച്ചതാ, അല്ലെങ്കിൽ പറഞ്ഞ് എന്റെ പെങ്ങക്ക് 150 കൊടുത്തിട്ടുണ്ട്, അപ്പൊ 200 കിട്ടുമല്ലോ. അല്ലെങ്കിൽ 50 മഹർ കൊടുത്തതാ, 50 കൊടുത്താൽ പിന്നെ എന്റെ ഇരട്ടിയാണ്, 100 ഇങ്ങോട്ടാണ്. അങ്ങനെയൊക്കെ പല പരിപാടിയിലൂടെ ഇത് വാങ്ങുന്നുണ്ട്. അത് വേറെ വിഷയമാണ്. ശരി,
അങ്ങനെയൊക്കെയായി കൂട്ടി കിഴിച്ച് ഒക്കെയായി അവസാനമായിട്ട് നീ സക്കാത്ത് കൊടുത്ത് ചോദിക്കുമ്പോ എന്തപ്പ ചെയ്യാ, കുറെ കണ്ട്, പക്ഷെ ഇന്നുവരെ കണക്കൊന്നും നോക്കിയിട്ടില്ല, അത് ഓരോരുത്തല്ലേ, കാര്യല്ല. പിന്നെ അത് വെന്തനാന്നൊരു തോന്നൽ വരലപ്പോഴാരിയോ, നിന്റെ ആ കമ്മൽ എവിടെ പോയി, അത് ഞാൻ ആങ്ങളൊക്കെ കുറച്ച് ദിവസത്തിനൊന്ന് ഇതൊരു തിരുമറി വെക്കാൻ വേണ്ടി ഒന്ന് വിറ്റുപോയി. ആഹാ, അതിൻ്റെതല്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, ഈ ഭർത്താവ് ഖബറിലില്ല, ഭാര്യ ഖബറിലില്ല. പെങ്ങളെ, മരിച്ച മൺമറഞ്ഞു പോകുന്നതിന്റെ മുമ്പേ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സഹോദരി നിങ്ങളുടെ ചെറുവിരലിലുള്ള ഒരു ഗ്രാമിന്റെ പൊന്നിന്റെ മോതിരമാണെങ്കിലും ചീർത്ത് വീർത്ത വിരലുകൾക്കിടയിൽ നിന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന പെണ്ണിനത് ഊരിയെടുക്കാൻ കിട്ടില്ലെങ്കിൽ കത്രിക ഉപയോഗപ്പെടുത്തിയിട്ട് മുറിച്ച് നീക്കിയിട്ടല്ലാതെ നിന്റെ ബോഡി കഫൻ ചെയ്യില്ല. പെങ്ങളെ, ആർക്ക് വേണ്ടിയായി പൊന്ന് കാത്തുവെച്ചത്? 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ പെങ്ങളെ നിന്റെതല്ല. 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ നിങ്ങളുടേതല്ല. എല്ലാ കൊല്ലവും കൊടുക്കണം, എല്ലാ കൊല്ലവും കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും കണക്ക് കൂട്ടിക്കോളിയും. പൊന്നിന്റെ സക്കാത്ത്, ആഭരണത്തിന്റെ സക്കാത്ത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? സക്കാത്ത് കൊടുക്കാത്ത മുതലുകളൊക്കെ നാളെ പരലോകത്ത് 2 രൂപത്തിൽ മാറ്റം വരുത്തപ്പെടും. ഒന്ന്, പ്രത്യേകമായ ലോഹങ്ങളാക്കിയിട്ട് നരകത്തീയിൽ വെച്ച് ചുട്ടുപഴിപ്പിക്കും. ഏത് നരകത്തീ? നമ്മളിവിടുത്തെ തീയല്ല, ഇതിന്റെയും 69 ഇരട്ടി ചൂടുള്ള തീ എന്ന് പറയപ്പെട്ട തീ. അതിൽ വെച്ച് يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. അതുകൊണ്ട് പഴിപ്പിച്ചിട്ട് നിന്റെ നെറ്റിത്തടത്തിലും മുഖത്തും നിന്റെ പാർശ്വഭാഗങ്ങളിലും നിന്റെ പുറഭാഗത്തും അതുകൊണ്ട് തീ വെച്ച് പൊള്ളിക്കും. ജനങ്ങളെ, വേദന കൊണ്ട് സഹിക്കവയ്യാതെ നരകത്തിയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ അട്ടഹസിച്ച് പുളഞ്ഞാടുമ്പോ പറയപ്പെടും, ദൂഖൂ മാ കുന്തും തക്നിസൂൻ, കൂട്ടിവെച്ച മുതലല്ലേ, ആസ്വദിച്ചോളൂ. അതുകൊണ്ട് ഇന്ന് വരെ ശമ്പളത്തിന്റെ സക്കാത്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ശമ്പളക്കാരല്ലേ എല്ലാവരും ശമ്പളക്കാരാണ്. പ്രവാസികൾ കണക്ക് കൂട്ടണം. 595 ഗ്രാം സിൽവറിന്റെ ഇന്നത്തെ റേറ്റ് കൂട്ടിക്കോളൂ. 595 ഗ്രാം സിൽവറിന് എന്താണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് നോക്കിയിട്ട് അതിന് തുല്യമായ ഖത്തർ റിയാലോ, ഇന്ത്യൻ രൂപയോ, അമേരിക്കൻ ഡോളറോ, അതല്ലെങ്കിൽ സൗദി റിയാലോ, UAE ദിർഹമോ ഒരാളുടെ കയ്യിൽ അവന്റെ അത്യാവശ്യ ചെലവുകളൊക്കെ കഴിച്ച് ഉമിച്ചമായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5%, 2.5% എന്റേതല്ല, എനിക്ക് കഴിക്കാൻ പറ്റൂല, ആരാന്റെ ഹക്കാണ്, കൊടുത്തോളണം. 1000-ന് 2500 രൂപയുള്ള ചോദിക്കുന്നുള്ളൂ. 1,00,000-ന് 2500 ചോദിക്കുന്നുള്ളൂ. എത്ര വളരെ കുറവാ. പക്ഷെ അതിങ്ങോട്ട് ആലോചിക്കുമ്പോ ശൈത്താൻ പറയും, ഇജ്ജ് സക്കാത്ത് കൊടുക്കാനായിട്ടില്ല, എനിക്ക് വീടുണ്ടോ, കുട്ടികളെ കെട്ടിച്ചോ, അത് കൊടുത്തോ, ടിക്കറ്റ് ഇല്ലേ, അവിടെ പോകണ്ടേ, ഇവിടെ പോകണ്ടേ, അവിടെ ഡ്രാഫ്റ്റ് അയക്കണ്ടേ, ഇവിടെ പെങ്ങളുടെ കല്യാണല്ലേ, ഇവിടെ കുട്ടിയുടെ ആണ്ടില്ലേ, പലതും ചിന്തിക്കല്ലേ, പലതുമല്ലേ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും. അതേ അവസരത്തിൽ നാട്ടിൽ നിന്നൊരു കത്ത് വന്നു, ഇളയമാന്റെ മോള് പ്രസവിച്ചിന്, കുട്ടിനെ കാണാൻ പോണം. ഞാൻ അതിനെന്താ കുട്ടിനെ പോയി കണ്ടോ, അതിനെന്താ കണ്ണില്ല എനിക്ക്? അതല്ല, വേറെന്താ, അലിയാക്ക 2 പവനാ കൊടുക്കണത്. എന്നാ പിന്നെ ഇജ്ജ് കുറയരുത്, 3 കൊടുത്തോ. അവിടെ ശൈത്താൻ വരും, വീടില്ലായി ഓർമ്മിപ്പിച്ചില്ല, ടിക്കറ്റ് ഓർമ്മിപ്പിക്കുന്നില്ല, പ്രയാസം ഓർമ്മിപ്പിക്കുന്നില്ല. അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത മാമൂലിന് വേണ്ടി ദുരാചാരങ്ങളുടെ പിന്നാലെ ഈ സമുദായം നെട്ടോട്ടോട്. ശൈത്താൻ നിങ്ങളാതാ പറഞ്ഞ് പേടിപ്പിക്കുക. ശൈത്താൻ പറയും കൊടുക്കരുത്, ഫക്കീറായി പോകും. അല്ലാഹുവോ അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ വല്ലാഹു വാസിഉൻ അലീം. ശൈത്താൻ നിങ്ങളോട് ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും, ചീത്തയായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കും. അല്ലാഹുവട്ടെ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നത് പാപമോചനമാണ്, കൊടുത്തോളൂ, കൂടുതൽ തരാമെന്ന ഫദ്ലാണ്. അത്രത്തോളം അവന്റെ ഖജനാവ് വിശാലമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ, റമദാൻ ആകുമ്പോൾ സക്കാത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം. റമദാൻ സക്കാത്തിന്റെ മാസമൊന്നുമല്ല. കണക്ക് നോക്കിയിട്ട് ഒരു കൊല്ലം തികയുന്നത് റജബിലാണെങ്കിൽ അന്നാണ് അതിന്റെ ഡേറ്റ്. സക്കാത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യവും കൂടി അറിഞ്ഞിട്ടില്ലാത്തവരോട് പറയണേ, ആരും ദയവ് ചെയ്ത് ഈ സൂര്യവർഷം കണക്ക് കൂട്ടരുത് സക്കാത്തിന്. ഇസ്ലാമിന്റെ ഇബാദത്തുകൾക്കൊക്കെ ഹിജറ വർഷമാണ് കണക്ക് കൂട്ടുക.
ഒരു ഡിസംബർ 1 മുതൽ അടുത്ത ഡിസംബർ 1-നല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. ആ കണക്കല്ല. നമ്മൾക്ക് കണക്ക് കൂട്ടേണ്ടത് ഷഅബാനോ അല്ലെങ്കിൽ റമദാനോ അല്ലെങ്കിൽ അറബി ഏത് മാസമാണെങ്കിൽ അത് അടുത്ത മാസം. എന്താ മൗലവി ഇത്ര വ്യത്യാസമുള്ളത്? ഒരു കൊല്ലത്തിൽ 10 ദിവസം വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്കുള്ള കണക്ക് കൂട്ടലുകൾക്കൊക്കെ അഹില്ലത്ത്, ഹിലാല്, ചന്ദ്ര വർഷം അല്ലെങ്കിൽ ചന്ദ്രമാസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഹിജിരി മാസമാണ് കണക്ക് കൂട്ടേണ്ടത്. നമ്മൾ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയുള്ളൂ. ആ നിലക്ക് അതിലും നമ്മൾ ശുദ്ധി കൈവരണം. അങ്ങനെ ശുദ്ധി എല്ലാ നിലക്കും കൈവരുമ്പോൾ നമ്മുടെ ഈമാനിനെ ക്ലിയറാക്കി നല്ല സഹനവും ക്ഷമയുമൊക്കെ ഖുർആൻ പഠനത്തിലൂടെ, ചിന്തയിലൂടെ, നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്നതിലൂടെ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ ഒക്കെ ചെയ്യുമ്പോൾ നോമ്പ് കാലത്ത് ആ നോമ്പ് സ്വീകരിക്കുന്നതിന് വിഘാതമായി വരുന്ന ഒരു അമലും ചെയ്യാതെ, അനാചാരങ്ങളും ചെയ്യാതെ, വിദഅത്തുകളൊന്നും വരരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പലപ്പോഴും ആളുകൾക്ക് അറിയൂല. നോമ്പ് തുറക്കുമ്പോൾ അല്ലാഹുമ്മ ലകസുംതു അലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയും. അങ്ങനെ ഒരു പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടില്ല. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബിസ്മില്ലാ എന്ന് പറയും. ഭക്ഷണം കഴിക്കുമ്പോൾ അതല്ലേ പറയുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ദഹബല്ലമഹു വബതല്ലത്തിൽ റൂഖു വസബത്തല്ലദു ഇൻഷാഅല്ലാഹ് ഉസ്താദ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ റമദാനിലെ ആദ്യത്തെ 10 ചൊല്ലേണ്ടത്, 2-ാം 10 ചൊല്ലേണ്ടത്, 3-ാമത്തെ 10 ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചില ദുആകൾ പറയും. അതിനൊന്നും അടിസ്ഥാനമില്ല. ഏത് പ്രാർത്ഥനയും നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിന്റെ രാത്രിയാവാൻ അതിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയേണ്ടതെന്ന ചോദ്യത്തിന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ മറുപടി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയാനാണ്. അപ്പോൾ അനാചാരങ്ങളോ വിദഅത്തുകളോ ഒന്നും ചെറിയ തോതിൽ പോലും കടന്നു വരണ്ട. കാരണം ചെറിയ തോതിൽ കടന്നു വന്നിട്ടാണ് പിന്നെ വലിയ തോതിലാവുക. അതുകൊണ്ട് എല്ലാത്തിനെയും സൂക്ഷിക്കണം. വളരെ കൃത്യമായ അറിവ് നേടണം. ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ അറിവുണ്ടാകണം. നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന സർവ്വ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കണം. അങ്ങനെ കൃത്യമായി വിശുദ്ധമായ റമളാനിനോടുള്ള നമ്മുടേതായ ഭക്തിയും അതുപോലെ തന്നെ നമ്മുടേതായ കടപ്പാടുകളും കൃത്യമായി തന്നെ കൊണ്ടു നടക്കണം. അതോടൊപ്പം സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സംരംഭങ്ങളിൽ കൈയഴിഞ്ഞ് സഹകരിക്കണം. ഷഹ്റുൽ മുവാസാത്ത്, ആളുകളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടുന്ന മാസമാണ്. നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവരുണ്ടാകും. അവരെ സഹായിക്കണം. ഇസ്ലാമികമായ ദഅ്വാ രംഗത്ത് പണം ആവശ്യമുണ്ട്. വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ, ഒരു CD നൽകുവാൻ, ഒരു പ്രസിദ്ധീകരണം നൽകുവാൻ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വ്യത്യാസമില്ലാതെ ആരുടെ വീടുകളിലും കയറി ചെന്നുകൊണ്ട് അള്ളാഹിനെ പരിചയപ്പെടുത്താൻ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിചയപ്പെടുത്താൻ, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ നീക്കം ചെയ്യാൻ വേണ്ടി ഒരു ലഘുലേഖയോ ഒരു CD-യോ നൽകണമെങ്കിൽ അതിനും ചെലവുകളുണ്ട്. ആ മാർഗത്തിലും നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ സഹായിക്കണം. നമ്മുടെ ഒരു സഹായം മുഖേന ഒരാളെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വന്നാൽ നമുക്ക് നേടിയെടുക്കാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. മക്കളോട് നാട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കഴിച്ചോ, മോനെ സ്കൂളിലൊക്കെ പോയോ, മാർക്ക് എത്ര കിട്ടിയെന്ന് മാത്രം ചോദിച്ച് നിങ്ങൾ ഫോൺ വെക്കരുത്. മോനെ നിസ്കരിച്ചോ, മോനെന്താ പഠിച്ചത്, എന്താ മോനെ കേൾക്കുന്നത്? വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ. അധുനാധുന മീഡിയകളുടെയും ഉപകരണങ്ങളുടെയും വല്ലാത്തൊരു ലോകം. ആരാരും അറിയാതെ എന്തും ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു സ്വാതന്ത്ര്യമുള്ള ഒരു ലോകം. ഈ ലോകത്ത് അഴുക്ക് പറ്റാതെ മുന്നോട്ട് പോകണമെങ്കിൽ വലിയ ജിഹാദ് ആവശ്യം, വല്ലാത്തൊരു സബർ ആവശ്യമാണ്. അത് നേടിയെടുക്കാനുള്ള പരിശീലന കളരിയാണ് പരിശുദ്ധ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചെറുപ്പക്കാരെ കല്യാണ പ്രായമെത്തിയിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ലെങ്കിൽ നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. കാരണം അതാണ് നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താനും നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ സംരക്ഷിക്കാനും ഏറ്റവും ഉതകുന്നത്. അത് വല്ലാത്തൊരു കവചമാണ്, നരകത്തീയിൽ നിന്നുമുള്ള കവചമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ആവർത്തിച്ചു പറയുകയാണ്, സ്വകാര്യതയുടെ നിമിഷങ്ങളിലും അള്ളാഹനെ സൂക്ഷിക്കണേ. അതാണ് തഖ്വ. ആ തഖ്വയാണ് നോമ്പിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അതിനാണ് നമ്മളൊരു മാസത്തെ കാത്തിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഭർത്താവിന് ഇസ്ലാമെ കൊണ്ട് ഭാര്യക്കില്ല, ഭാര്യയ്ക്ക് ഇസ്ലാമെ കൊണ്ട് ഭർത്താവിന് അതിനൊന്നും കിട്ടൂല, ഭാര്യക്കും ഭർത്താവിനും ഇസ്ലാമുണ്ട്, മക്കൾ അതിനൊന്നും കിട്ടൂല. ഇങ്ങനെ ആയാൽ മതിയോ? നമ്മൾ കുടുംബത്തോടെ സ്വർഗത്തിൽ കയറണ്ടേ?
നമ്മളെ കുടുംബം നമ്മുടെ കൂടെ ഇല്ലാത്ത ദുനിയാവ് നമുക്ക് എന്തൊരു അരുചികരമാണ് അല്ലേ? ഒരു രുചിയില്ലല്ലോ. എന്റെ മോൻ അവിടെയാണ്, മോള് ഇവിടെയാണ്, ഉമ്മ ഇവിടെയാണ്, വാപ്പ ഇവിടെയാണ്, ഭാര്യ എവിടെയാണ്, ഭർത്താവ് ഇവിടെയാണ്. ആ ജീവിതത്തിന് ആർക്കും ഒരു ആസ്വാദനമല്ല. എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരുന്ന ദിവസം എന്തൊരു സന്തോഷം. കൊല്ലങ്ങളോളമായിട്ട് കാണാത്തവരൊക്കെ ഒരുമിച്ച് ഒരിടത്ത് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദം, നിർവൃതി. ഇത് നമുക്ക് സ്വർഗത്തിലല്ലേ പ്രിയപ്പെട്ടവരെ വേണ്ടത്? അവിടെയല്ലേ നമുക്ക് അവിടെ എല്ലാവരെയും കിട്ടേണ്ടത്? അതിൽ നമ്മൾ ശരിയായാൽ പോരല്ലോ. ബാപ്പ പള്ളിയിൽ പോകുന്നു, മക്കളെ ഒന്നും വിളിക്കുന്നില്ല, അവൻ ഉറങ്ങിക്കോട്ടെ, ക്ഷീണം ഉണ്ടാവും, സ്കൂൾ ബസ് വരുമ്പോ നീറ്റാ മതിയോ? ബാപ്പ പോകുന്നു, വാപ്പാക്ക് സ്വർഗം കിട്ടണം, മകനോ കത്തിയാളുന്ന നരകം, അവിടെ കിടന്നോട്ടേനാ? പറ്റൂല. പോകുമ്പോ വിളിച്ചുണർത്ത്, വീട്ടുകാരൊക്കെ എഴുന്നേറ്റു എന്ന് ഉറപ്പുവരുത്തും. വല്ലാത്തൊരു കുടുംബാന്തരീക്ഷമാവട്ടെ, ഒരു നല്ല അന്തരീക്ഷമാവട്ടെ. അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്ന മാസമായിട്ട് വരുന്ന മാസത്തെ വിനിയോഗിക്കണം നമ്മൾ. ഇതൊരു തുടക്കമാവട്ടെ, മാറ്റത്തിന്റെ തുടക്കം, തഖ്വയിലേക്കുള്ള വല്ലാത്തൊരു ശ്രദ്ധയുടെ തുടക്കം, സകാത്ത് കൊടുത്ത് തുടങ്ങാൻ ആലോചിക്കുന്ന ഒരു മാസത്തിന്റെ തുടക്കം. അങ്ങനെ കൃത്യമായി എല്ലാ നിലക്കും വിശ്വാസ വിശുദ്ധിയും കർമ്മവിശുദ്ധിയും ലൈംഗിക ശുദ്ധിയും ധനശുദ്ധിയും എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധികളും നേടിയെടുത്താൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടും. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹു പശ്ചാത്തപിച്ച് ശുദ്ധി നേടുന്നവരെ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബുൽ മുതതഹിരീൻ, അകവും പുറവും ശുദ്ധിയാക്കുന്നവരെ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. ആ ഒരു ശുദ്ധി നേടാനുള്ള മാസമായി വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ മാസത്തെ കണ്ടുകൊണ്ട് നരകത്തെ ഭയപ്പെടുക. കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ കേട്ടാൽ നമ്മളെ മനസ്സിൽ വിചാരിക്കുന്നത്, ഞാനിപ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ, എനിക്ക് തിരക്കല്ലേ, എനിക്ക് ബിസിയല്ലേ. എല്ലാ ബിസിയും കഴിഞ്ഞിട്ട് മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നൊരവസരം നമുക്ക് വരാനുണ്ട്. ആ കടന്നു കൊടുക്കുന്ന നേരം അത് എവിടെ വെച്ചാൽ നമുക്കറിയാം. എത്ര പ്രവാസികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരാ നമ്മൾ, അല്ലേ? നമ്മൾ എത്ര ആളുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലോ, അറിയോ സുഹൃത്തുക്കളെ? അറിയില്ലല്ലോ. എത്ര ചെറുപ്പക്കാർ ബൈക്കെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, അവരുടെ മയ്യത്താണ് പിന്നെ വീട്ടിലേക്ക് കയറ്റിയത്. എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചവർ, ക്യൂവിൽ നിൽക്കുമ്പോൾ മരിച്ചവർ, നാട്ടിലെത്തിയിട്ട് വാഹനത്തിലേറി കുടുംബത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, അപ്പോഴേക്ക് ചെറിയ ഒരു ക്ഷീണം, കുഴഞ്ഞു വീണ് മരിച്ചവർ. എവിടെയായി ചെന്നെത്തുന്നത് ഈ ജീവിതം? അറിഞ്ഞൂടാ. പക്ഷേ മരണത്തിന്റെ നേരത്ത് റബ്ബേ എന്നെ ഒന്ന് മടക്കി തന്നാലും എന്ന് പറയും എല്ലാവരും. എന്ന് ഖുർആൻ പറയുമ്പോ, പടച്ച റബ്ബേ എന്നെ ഒന്ന് മടക്കി തരേണമേ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. എന്നെ ഒന്ന് മടക്കി തന്നാൽ ഞാൻ സ്വതക്ക കൊടുത്തോളാം, സക്കാത്ത് കൊടുത്തോളാം. ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല സക്കാത്ത്. എത്ര ആൾക്കാരുണ്ട് എന്നറിയോ? ഞാനങ്ങനെ കൊടുക്കലുണ്ട്, കുറെ കൊടുക്കും ചെയ്യും. പല ആളുകളും പറയുന്ന കമന്റാട്ടോ, നിങ്ങളാരെയും കുറിച്ച് പറയില്ല. ഞാൻ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നതാണ്, ഞാൻ കൊടുക്കാറുണ്ട്. വലിയ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ സക്കാത്തിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ടാവും. ഹേയ്, എന്ത് വർത്താനാണ്? സക്കാത്ത് എന്ന നിയത്തോടെ കൊടുത്തില്ലെങ്കിൽ നിന്റെ സക്കാത്ത് ബാത്തിലാണ്. സക്കാത്ത് എന്ന കണക്കോടെ വേറെ കൊടുക്കണം, സ്വതക്ക എന്ന പോലെ വേറെ കൊടുക്കണം. അതിന് കൃത്യം കണക്ക് നോക്കണം. ഒരു കാൽക്കുലേഷൻ ഡേറ്റ് നമുക്കുണ്ടാകണം. സക്കാത്ത് കൃത്യം കണക്ക് കൂട്ടി കൊടുക്കണം. അല്ലെങ്കിൽ മരണവേളയിൽ പറയും, പടച്ചോനെ ഒന്ന് പിന്തിച്ചിട്ട് നിന്നാ കൊടുക്കാത്ത സക്കാത്തൊക്കെ ഞാൻ കൊടുത്തോളാം. വാക്കും മിനസ് സാലിഹീൻ, ഞാൻ സദ്വൃത്തരുടെ കൂട്ടത്തിൽ ചെന്നു ചേർന്നോളാം. പക്ഷേ രക്ഷയില്ല. ഒരാത്മാവിനെയും ഒരല്പനേരത്തേക്ക് പോലും റബ്ബങ്ങ് പിന്തിച്ചിടുകയില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനുള്ള അന്ത്യം നമുക്ക് വിധിക്കുമാറാകട്ടെ. നരകത്തിയിലെത്തിയിട്ട് നിലവിളിച്ചതുകൊണ്ട് പ്രയോജനമില്ല. യാ ലൈതനാ അത്അനല്ലാഹ വ അത്അനർ റസൂല, അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്നവിടെ വിലപിച്ചിട്ടൊരു പ്രയോജനവും ഉണ്ടാവില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നിലവിളി കേൾക്കാൻ ഒരാളുമില്ലാത്ത, അട്ടഹാസങ്ങൾക്ക് കാരുണ്യത്തിന്റെ കാതു കൊടുക്കാൻ ഒരാളുമില്ലാത്ത മഹ്ശർ, പരലോകം കത്തിയാളുന്ന നരകം, അവിടെ രക്ഷപ്പെടാൻ ആവശ്യമുള്ളത് പഠിപ്പിക്കാനാണ് ഇതുപോലെയുള്ള വേദികൾ. ഈ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ, നിങ്ങൾക്ക് പരിചയമുള്ള പണ്ഡിതന്മാർ, ഉമർ ഫൈലിയുണ്ട്, അതുപോലെ തന്നെ മിഷ്കാത്തിയുണ്ട്, അതുപോലെ തന്നെ പല ഉസ്താദുമാരുമുണ്ട്.
ഖുതുബകൾ നിങ്ങൾക്ക് പരിഭാഷപ്പെടുത്തി തരുന്ന ഉസ്താദുമാരുണ്ട്, ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരുണ്ട്. നിങ്ങൾ അവരുടെ സദസ്സുകളിൽ നിന്ന് ഇൽമു പഠിക്കൂ, ഇൽമു നേടൂ. എന്തിനു വേണ്ടി? പരലോകത്ത് രക്ഷപ്പെടാൻ. അറിവെന്താണെന്ന് നേടണം, അറിവ് പഠിക്കണം, അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തണം. നമ്മുടെ മക്കളെ ആ വഴിയിലേക്ക് കൊണ്ടുവരണം. കാര്യങ്ങൾ നന്നായി ഉൾക്കൊള്ളണം, അത് പ്രവൃത്തിപഥത്തിൽ ഉണ്ടാകണം. റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ നിങ്ങളൊക്കെ ഡ്യൂട്ടി ഉള്ളവരായിരിക്കും, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നല്ല കാര്യങ്ങളിൽ ആവേശമുള്ള ആളുകളായി മുന്നോട്ട് പോകുവാനും വിശുദ്ധ ഖുർആനിനെ അർഹിക്കുന്ന നിലക്ക് അതിന്റെ ഗൗരവത്തോടെ പഠിക്കാനും പകർത്താനും എല്ലാ വിധത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നും മുക്തമായ നിലക്ക് ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ മുന്നേറുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വിവിധ കാരണങ്ങളാൽ മാനസികമായി വിഷമിക്കുന്നവർ, വിവിധ രോഗങ്ങളാൽ ശാരീരികമായി വേദനിക്കുന്നവർ പലരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അല്ലാഹുവേ, സമ്പൂർണമായ ആശ്വാസവും ശമനവും നീ പ്രദാനം ചെയ്യണമേ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നിന്റെ ബറക്കത്ത് നീ ചൊരിഞ്ഞുകൊണ്ടിരിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ നാഥ. ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും നീ ഞങ്ങൾക്ക് സന്തോഷവും കൺകുളിർമയും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ചീത്തയായ എല്ലാവിധത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും അതുപോലെയുള്ള സമ്പ്രദായങ്ങളിൽ നിന്നും റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. ഞങ്ങളോട് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സത്യവിശ്വാസികളായി മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. ഈ വരുന്ന വിശുദ്ധ മാസത്തെ ആരോഗ്യത്തോടുകൂടെ വരവേൽക്കുവാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കി പാപമോചനത്തിന് അർഹരായി തീരാനും നരകവിമോചനത്തിന് അർഹരായി തീരുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിലും നിന്റെ സഹായം ഉണ്ടാകണേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.